എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ലോകത്തും രാജ്യത്തൊക്കെ തന്നെ ടെറർ ആഖ്യാനങ്ങൾ, ഒരു ഭീകരവാദം എന്നുള്ളൊരു ആഖ്യാനം രൂപപ്പെടുത്തിയെടുക്കുന്നത് വ്യത്യസ്ത ഫോർമാറ്റുകളിലാണ്. അതിന് മാധ്യമങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ കൾച്ചറിനെയും സംസ്കാരത്തെയും പിന്നെ സാഹിത്യത്തെയും സിനിമയും അങ്ങനെ എല്ലാ മേഖലകളെയും സ്പർശിച്ചും അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ടെറർ നരേഷൻ ഇന്ത്യയിലും ലോകത്തും കേരളത്തിലും സവിശേഷമായി കേരളത്തിലേക്ക് രൂപപ്പെടുത്തിയെടുക്കുന്നത് എന്ന നമുക്ക് അറിയാവുന്ന ഒന്നാണ്. അതിൻ്റെ വ്യത്യസ്ത ചർച്ചകൾ പല വേദികളിലായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന ചർച്ച സവിശേഷമായി മീഡിയകൾ എങ്ങനെയാണ് ടെറർ നറേറ്റീവുകൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിനും അതിന് സഹായകരമാകുന്നതും എന്നുള്ള ഒരു ചർച്ചയാണ് നമ്മുടെ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിം സീക്വൽ ടു തീവ്രവാദം എന്നുള്ളൊരു നരേഷൻ സെറ്റ് ചെയ്യപ്പെട്ടത് വാർ ഓൺ ടെററിൻ്റെ ശേഷം രൂപപ്പെട്ടു വന്ന വ്യത്യസ്ത രീതിയിലുള്ള പ്രചരണങ്ങൾക്ക് ശേഷമാണ്. അത് എങ്ങനെയൊക്കെ വന്നാലും മുസ്ലിം ഒരു തീവ്രവാദം രൂപപ്പെട്ടില്ല, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു തെളിവും ഇല്ലെങ്കിൽ പോലും അതിനെ മുസ്ലിമിലേക്ക് ചേർത്ത് വെക്കുന്ന ഒരു സമീപനം, മുസ്ലിമിനെ കുറിച്ച് സംശയത്തിൻ്റെ നിഴലിലായിക്കൊണ്ട് വാർത്തകൾ സ്വീകരിക്കുന്ന സമീപനം നമുക്ക് എപ്പോഴും കാണാവുന്നതാണ്. നേരെ മറിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം തെളിയിച്ചു വന്നാൽ പോലും അതിനെ എങ്ങനെയാണ് പിന്നെ തീവ്രവാദത്തിൽ നിന്നും ഭീകരവാദത്തിൽ നിന്നും നരേഷൻ മാറിപ്പോകുന്നത് എന്നുള്ളതും നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കൂടിയാണ് കളമശ്ശേരി ആക്രമണം പോലും. നമുക്കറിയാം, കളമശ്ശേരി ആക്രമണം സ്ഫോടനം നടന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ ഒരു തെളിവിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ മാധ്യമങ്ങൾ ആദ്യം തന്നെ പ്രചരിപ്പിച്ചത് മുസ്ലിം തീവ്രവാദികൾ എന്നുള്ള ഒരു നരേഷൻ മലയാള മാധ്യമങ്ങൾ നിരന്തരം ലൈവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഏതാനും സമയം കഴിഞ്ഞപ്പോഴേക്കും, മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും അത് മറ്റൊരു വ്യക്തിയാണ്, ഒരു ഇസ്ലാം വിശ്വാസിയല്ലാത്ത മറ്റൊരാളാണ് എന്ന് അയാൾ തന്നെ കുറ്റസമ്മതം നടത്തുന്ന ഒരു സമയത്ത് പിന്നീട് വന്ന മീഡിയ നരേഷൻസ് അല്ലെങ്കിൽ മീഡിയ തലക്കെട്ടുകൾ, പിന്നെ അതിലേക്ക് ഭീകരവാദം ചേർക്കപ്പെട്ടിട്ടില്ല, തീവ്രവാദം ചേർക്കപ്പെട്ടിട്ടില്ല, പിന്നെ അത് വെറും സ്ഫോടനം മാത്രമായിട്ട് മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ ആളുകളുടെ പൊതുബോധം രൂപപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങളുടെ ഒരു പങ്ക് പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു വിമർശനാത്മകമായി പരിശോധിക്കുക കൂടിയാണ് ഈ സെഷനിലൂടെ നാം ചെയ്യുന്നത്. ഈ സെഷനിൽ പങ്കെടുക്കുന്നത് തമിഴ്നാട് സ്വദേശിയും അവിടുത്തെ ലോയറും മനുഷ്യാവകാശ പ്രവർത്തകയുമൊക്കെയായ ഗ്രീഷ്മ കുത്തറാണ്. അവർ നിരന്തരം ഈ വിഷയങ്ങളിൽ ഇടപെടുകയും ഒരു ജേർണലിസ്റ്റ് കൂടിയാണ്. മാത്രമല്ല 2025 ഡാനിഷ് സിദ്ദീഖി അവാർഡ് ജേതാവ് കൂടിയാണ്. ഇന്ത്യയിലെ വ്യത്യസ്ത കോൺഫ്ലിക്റ്റ് സൈറ്റുകൾ സന്ദർശിച്ച് ആസാം പോലുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ പ്രശ്നങ്ങളിൽ ഫീൽഡ് റിപ്പോർട്ട് നടത്തുകയും വരെ ചെയ്യുക ഒരു വ്യക്തിയാണ്. പിന്നെ നമ്മളോട് സംസാരിക്കുക ജിഷയെക്കുറിച്ച് നമുക്കറിയാം, ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റാണ്. പിന്നെ സക്കരിയയുടെ വിഷയം തന്നെ കേരളത്തോട് ആദ്യമായി പങ്കുവച്ചത് ജിഷയുടെ എഴുത്തുകളിലൂടെയാണ് കേരളം അതറിയപ്പെട്ടത് എന്നതുകൂടി നമുക്കറിയാവുന്നതാണ്. അസ്ലഹ് വടകരയുണ്ട്. മക്തൂം മീഡിയ ബദൽ ജേർണലിസം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ എന്നുള്ള നിലയിലും അസ്ലഹ് വടകരയുണ്ട്. മക്തൂം മീഡിയയുടെ എഡിറ്ററാണ്. പിന്നെ നിരന്തരം ഇസ്ലാമോഫോബിയയെക്കുറിച്ചും മാധ്യമ നരേഷനുകളെക്കുറിച്ചുമൊക്കെ നിരന്തരം എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആക്ടിവിസ്റ്റായ സ്വദേശം രഘു ഉണ്ട്. വാഹിദ് ചുള്ളിപ്പാറ ഇഫ്ലുവിലെ പിന്നെ ഗവേഷക വിദ്യാർത്ഥിയും കൂടിയാണ്. ഏതായാലും നമ്മൾ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് മിസ് ഗ്രീഷ്മ കുത്തർ ടു അഡ്രസ് ദ സ്പീച്ച് ഓൺ ദ ടോപ്പിക് ഓഫ് ടെറർ നരേഷൻ ഇൻ ദ മീഡിയ. Okay. Many others who can probably start before me, but my experience with reporting on terror narratives actually started in coastal Karnataka. That is the first reporting that I did about, in the south, we see the coastal region, Mangalore, and that entire region as like a bed of experimentation, right? All this love jihad, Gauraksha, most of those narratives started from there. So when I reported on this, it's been 10 years since I did like elaborate reporting on it. I feel like
this was even before the national media became extremely obvious with the way that they were projecting on Muslims. It was still a little subtle, I would say, back then, but the more violent and the more obvious kind of targeting the regional media was doing. I feel like that's something that has probably been the experience of all of us, that the bigger target here that we really need to look at more closely is regional media, because in the case of the Tulu region, which is where this, the RSS is very strong, or at least they want us to believe that they are strong. If you see lynchings and this whole Gauraksha thing and all started back in the 90s itself. In Udupi, there is this very well-known incident from the 90s where those kind of, and this is something that I'm referring to in post-independent India, but that belt itself, if you see, because of the presence of certain Brahmin institutions, there's been a lot of narrative around cows and Goraksha even before independence. So it's with that sort of a historical background that I did my reporting. Basically bringing into question how did certain questions that are very prevalent in North, right? Like this whole Gauraksha thing is something that starts with Dayanand Saraswati in North India. How did it come down to the South is something that I wanted to understand. Like 150, 200 years back, how did he plan it? What was the method? How did it enter into the psyche of people? This was my research, my reporting. And eventually, how has it become so prevalent? To the extent that a reporter will speak like he is a Gaurakshak, right? That's largely been the experience of, and right now I've been reporting from Manipur in the last 3 years, since the conflict started. You will also see strands of this form of reportage even there, where beef and all other kinds of meat that you'll not see eaten in the rest of North India. I mean, South, it's normal. In North India, you'll see this narrative of Gauraksha happening, or the coinage around love jihad, which is more of a North Indian thing which comes to South India. You'll also see people in Northeast using these phrases, which was a little surprising for me, because it's probably surprising because we've imagined the Northeast as a region which is a little different considering it's predominantly tribal, and our understanding with the Northeast has stopped with Assam, which is very, very, already we know that it's a communal belt. But further that, since my work has predominantly been in Manipur, Nagaland, Mizoram, which is all very Christian sort of a, belt. There also I'm seeing reporting where there is anti-Muslim and obvious terms that has been popularized right now in the South and is a norm in the North. So I don't know, I feel like in terms of the role of media has a huge role. Media is the organization that mainstreams such concepts, such ideas which don't exist. In the context of Karnataka, this whole love jihad thing, like one example if I were to give, there was this one thing that I reported on, which I still remember. There is this person who used to use a cyanide to go around and kill women. Okay, he would use that cyanide to marry women, kill them and take their property. And over like 6-7 years, he was using this particular method of killing women. And every time, people didn't know he was behind these murders, right? Every time there would be like a death like this, where a woman would just end up dead. That it was these incidents that created and accelerated this use of love jihad in this Tulu region from 2004 to 2011. Finally, when they found that it was this guy, who was a Hindu guy who was going around killing single women in their 30s, etc., after having done so much of organizing around love jihad and these women are being killed off by Muslim men, etc., the term was popularized, the man went to jail, but all the organizations that
did whatever it is that they did around it, all the reporters who did all the reporting around it, they were all quiet. So, if we really go into regional pockets and study what the media is doing there more closely, and we are able to keep a check on them, and we are able to constantly say that, I mean, in Karnataka, it's happening now. In Tamil Nadu, also, it happens. Anytime there is any sort of an Islamophobic sort of a reportage, people call it out. Like there are groups that keep a check on it. I mean, I've realized that it's a little bad in Kerala because of, not because organizations don't exist, but I feel like parties like CPI, CPM are also part of this sort of a Islamophobic, I don't know, there's a lot of stuff that they have done themselves which sort of steers this Islamophobia. So I don't know how it is that you can navigate that. It works differently in Tamil Nadu. Tamil Nadu, the CPM and CPI have actually been in the forefront of speaking against Islamophobia and also calling people out when that's the case. So it's that dynamic also changes according to state. But I feel like groups that keep a check on this form of constant badgering that certain media groups do is very important. That's how we've been able to sort of, say that you guys do this, particular media organizations. I'm not saying it can stop because it's so intrinsic amongst so many media organizations that they have that thing where they will want to target a minority, But I feel like the more important thing is to come up with methods that we can do, that we can have to keep a check on this attitude. Yeah. എം ജിഷ ആണ് നമ്മളോട് സംസാരിക്കുന്നത്. ജിഷയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. സക്കരിയ, നമുക്കറിയാം പരപ്പനങ്ങാടിയിലെ സക്കരിയയെക്കുറിച്ച് ജിഷയുടെ എഴുത്തിലൂടെയാണ് കേരളക്കര മനസ്സിലാക്കുകയും പിന്നീട് മറ്റു സംഘടനകൾ, സോളിഡാരിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകൾ ആ വിഷയം ഏറ്റെടുക്കുകയും കേരളത്തിൽ സക്കരിയയെക്കുറിച്ചുള്ള ഒരു ധാരണ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടിയാണ് ജിഷ. ഒരു ഇൻഡിപെൻഡൻറ്റ് ജേർണലിസ്റ്റാണ്, റിസർച്ചറാണ്. അവരെ സ്വാഗതം ചെയ്യുന്നു, സംസാരിക്കാൻ ക്ഷണിക്കുന്നു. സലാം. ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു 12 വർഷങ്ങൾക്ക് മുമ്പാണ്. ചിലപ്പോൾ പലർക്കും ഓർമ്മയുണ്ടാവുമായിരിക്കും, നിങ്ങൾ പലരും ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവും. അത് കോഴിക്കോട് വെച്ചിട്ടാണ്. ഈവൻ ഇന്ത്യയിലത്തെ തന്നെ ആദ്യത്തെ ഭീകര നിയമങ്ങളെക്കുറിച്ചുള്ള, ടെറർ ലോസിനെ കുറിച്ചുള്ള ഒരു പീപ്പിൾസ് ട്രിബ്യൂണലായിരുന്നു. 13 വർഷങ്ങൾ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മൾ UAPA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ടെററിസ്റ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യപ്പെടാതെയൊക്കെ നിൽക്കുന്ന, ഇപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാരാണെന്ന് തോന്നുന്നു നമ്മളൊക്കെ. കഴിഞ്ഞ പ്രാവശ്യത്തെ പരിപാടി എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും പലരും അതിനകത്ത് ഇപ്പോൾ ജയിലിലാണ്, അല്ലെങ്കിൽ UAPA കേസുകൾ നേരിടുന്നുണ്ട്. ഇതാണ് മാധ്യമങ്ങളും ടെറർ ലോസും അല്ലെങ്കിൽ അത്തരം വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നേരിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. 2013 ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ, പീപ്പിൾസ് ട്രിബ്യൂണൽ എഗെയിൻസ്റ്റ് ടെറർ ലോസ് നടത്തുമ്പോൾ ഏകദേശം 100ഓളം UAPA കേസുകൾ, നമുക്ക് എണ്ണിയെടുത്താൽ ഒരു ഏകദേശം 100ഓളം UAPA കേസുകൾ മാത്രമേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ 2018 തൊട്ട് 2022 വരെയുള്ള 4 വർഷത്തെ കാലയളവ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 200ലധികം UAPA കേസുകൾ, 144 മറ്റോ UAPA കേസുകൾ ചുമത്തിക്കഴിഞ്ഞു. ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവിക്ഷൻ റേറ്റുകൾ കൂടുതലാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലുള്ള UAPA കേസുകൾ എന്തെങ്കിലും ഒരു ലിങ്ക് ഉണ്ടാക്കി കേരളത്തിലും കൂടെ അതിൻ്റെ ട്രയൽ നടത്തുന്ന രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സക്കരിയൻ്റെ കേസ് നമുക്കറിയാം. സക്കരിയയ്ക്കിപ്പോൾ ഞാൻ കാണുമ്പോൾ, സക്കരിയ ജയിലിൽ കാണുമ്പോൾ 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. അപ്പോഴും ഹോപ്പൊക്കെയുള്ള,
ഒരു ചെറുപ്പക്കാരനായിരുന്നു. എന്നാൽ ഇപ്പോൾ പോയി കാണുമ്പോൾ ഐ മീൻ 20 വർഷം നമ്മളുടെ ജീവിതത്തിൽ പലതും ചെയ്തിട്ടുണ്ടാവാം. സക്കറിയയുടെ കേസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ഒരാൾ, ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞു 2015. എനിക്കൊരു കുട്ടിയുണ്ടായി. എനിക്ക് പരപ്പന അഗ്രഹാര ജയിലിൽ പോയി സക്കറിയയെ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് പരപ്പനങ്ങാടിയിൽ പോയി ബിയുമ്മേനെ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ജസ്റ്റിസ് എപ്പോഴാണ്, അല്ലെങ്കിൽ നീതി എപ്പോഴാണ് കിട്ടുക എന്ന് പറയുന്നൊരു ചോദ്യത്തിന് നമുക്കെന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. കാരണം സ്വാഭാവികമായി നടന്നു വരേണ്ട ഒരു ട്രയലിന് ശേഷം കിട്ടേണ്ട ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു പ്രൊനൗൺസിയേഷൻ നടക്കുന്നില്ല കോടതികളിൽ. ഇപ്പോൾ സക്കറിയയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആ കേസിലുള്ള പലർക്കും, ഇപ്പം മദനി അടക്കമുള്ള ആൾക്കാർക്ക് വളരെ ലേറ്റായിട്ടും ഒക്കെ ഒരു പണിഷ്മെൻ്റ് പോലെ അവർ ഈ കാലയളവ് മുഴുവൻ 10-20 വർഷം ജയിലിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മദനി കോയമ്പത്തൂർ ജയിലിൽ ഒരു 9.5 വർഷം കിടന്നിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ 9.5 വർഷത്തേക്ക് എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടതിന്, എൻ്റെ മക്കളോടത്തുള്ള സന്തോഷം നഷ്ടപ്പെട്ടതിന്, എൻ്റെ ഭാര്യയായിട്ടുള്ള ഒരു ജീവിതം നഷ്ടപ്പെട്ടതിന്, അല്ലെങ്കിൽ ഒരു വലിയൊരു പൊളിറ്റിക്കൽ ഡ്രീമായിരുന്ന PDP എന്ന് പറയുന്ന, ഇറ്റ്സ് അബൌട്ട് ആദിവാസീസ്, OBCs, ഒപ്രസ്ഡ് ആയിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്നുള്ള മദനിയുടെ ഒരു സ്വപ്നം പോലും തച്ചുടയ്ക്കുന്ന രീതിയിൽ ഒരു 9.5 വർഷം ആ പാർട്ടിയെ നശിപ്പിച്ചിട്ടും ആ മനുഷ്യനെ നശിപ്പിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഫർ ചെയ്യിപ്പിച്ചിട്ടും അദ്ദേഹത്തിന് കിട്ടിയ നീതി എന്താണ്? എന്താണ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു കോമ്പൻസേഷൻ, അല്ലെങ്കിൽ എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കേണ്ടതുണ്ട്. ഈ 9 വർഷം കിടന്നിട്ട് ഇപ്പം എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തിനെ കുറിച്ച് എഴുതുന്നുണ്ട്. തിരിച്ചു വന്നിട്ട് ഈ 3000 പേജുള്ള ചാർജ് ഷീറ്റിൽ നിങ്ങൾക്ക് ഒരു തെളിവ് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്ത് എന്ന് പ്രോസിക്യൂഷനോടോ പോലീസിനോടോ അല്ലെങ്കിൽ 9.5 വർഷം കിടത്തിയ ജുഡീഷ്യറിയോടോ ചോദിക്കാൻ സാധാരണക്കാർക്ക് വേണ്ടി വോയിസ് ചെയ്യുന്നു എന്ന് പറയുന്ന മാധ്യമങ്ങൾ ഒരാൾ പോലും തയ്യാറായില്ല. ഇതേ സംഭവം യഹിയ കമ്മുക്കുട്ടിയുടെ കേസിൽ, ഹുബ്ലി കോൺസ്പിരസി കേസിൽ 9.5 വർഷം അദ്ദേഹം പുറത്തു കടന്നിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് നിങ്ങൾക്ക് തെളിവ് കിട്ടി, പാകിസ്ഥാനിൽ നിന്നുള്ള ട്രെയിനിങ് ഉണ്ടായിരുന്നു, ആംഡ് ട്രെയിനിങ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഈ തെളിവുകൾ എവിടെയാണ് പോകുന്നത്? അല്ലെങ്കിൽ ഒരു ദിവസം ഇതൊരു 2008 ബാംഗ്ലൂർ ബ്ലാസ്റ്റ് പോലെ ശങ്കരം ബിദറി, അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ, ഇതൊരു ന്യൂയിസൻസ് ഗവൺമെന്റിന് നേരെയുള്ള അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്ക് നേരെയുള്ള ഒരു സം കൈൻഡ് ഓഫ് അതൃപ്തി പ്രകടിപ്പിച്ച എന്തോ ഒരു മിസ്ക്രിയൻ്റ് ആണ് എന്ന് പറഞ്ഞ ബോംബ് ആ ഇൻസിഡൻറ്റ്, ബ്ലാസ്റ്റ് ഇൻസിഡൻറ്റ് എങ്ങനെയാണ് 30-31 പേര് അടങ്ങുന്ന വളരെ പ്ലാൻ ചെയ്ത് ഇന്ത്യയുടെ ഒരു ബിസിനസ് തലസ്ഥാനത്തെ, IT തലസ്ഥാനത്തെ സിലിക്കൺ വാലിയെ നശിപ്പിക്കാനുള്ള ചില മുസ്ലിം സംഘടനകളുടെ വർക്കാണ് എന്ന് വരുമ്പോൾ എന്തുകൊണ്ടാണ് മീഡിയ തിരിച്ചു ചോദിക്കാത്തത്? അപ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞ നരേറ്റീവ് എന്താണ്? നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന 3 ആൾക്കാരെ നിങ്ങൾ എന്തിനാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്? ഹുബ്ലി കോൺസ്പിരസി കേസിൽ ഏകദേശം 1 വർഷത്തോളം 6ഓളം പേര് അറസ്റ്റിലായിട്ടുണ്ട്. അവരിപ്പോൾ എവിടെയാണ്? യഹിയ കമ്മുക്കുട്ടിയെ കുറിച്ചൊക്കെ വന്നിട്ടുള്ള ആ സമയത്തുള്ള 2008 മറ്റും വന്നിട്ടുള്ള വാർത്തകൾ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഏജന്റാണ്.
പാകിസ്ഥാൻ ട്രെയിൻ ചെയ്ത് വിട്ടിട്ടുള്ള ഇന്ത്യയുടെ എന്താ പറയുന്നത് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ ഒക്കെ തകർക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണത്. അത് എന്തുകൊണ്ടാണ് അതിനെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ ആർക്കും പറ്റാത്തത്? മീഡിയയ്ക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഞാൻ 2023 മദനിയെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ മദനിയുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടില്ല, അല്ലെങ്കിൽ കർണാടക ഗവൺമെൻറ് ആ സമയത്തുണ്ടായിരുന്ന ആൾക്കാരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ UAPA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഓടി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. ആരും തന്നെ സംസാരിക്കാൻ തയ്യാറല്ല. ഇപ്പം ഗ്രീഷ്മയ്ക്ക് ആ അനുഭവം ഉണ്ടാവുമായിരിക്കും, അസ്ലയ്ക്ക് ആ അനുഭവം ഉണ്ടായിരിക്കും. ഈ വളരെയധികം പേടിച്ച് ഇൻസ്റ്റിറ്റ്യൂഷനും ഗവൺമെൻറ്റും സിസ്റ്റവും മീഡിയയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു സർവൈലൻസ്, ഒരു വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UAPA എന്നോ രാഷ്ട്ര സുരക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജേർണലിസ്റ്റുകൾ പോയിട്ട് ആരും തന്നെ, ഈവൻ ബന്ധുക്കളോ ഈ പറയുന്ന പ്രതികളുടെ അമ്മമാരോ അച്ഛന്മാരോ ഒന്നും സംസാരിക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മളെ ഈ പില്ലേഴ്സൊക്കെ കൂടിയിട്ട് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് കാശ്മീർ ഏറ്റുമുട്ടലിൽ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്ന റഹീമിൻ്റെ ബോഡി കാണാൻ അദ്ദേഹത്തിൻ്റെ അമ്മ എനിക്ക് മോൻ്റെ ബോഡി കാണണ്ട എന്ന് പറഞ്ഞ് ആ ഉമ്മ തള്ളിപ്പറയാണ്. ഒരു മകൻ്റെയും ഒരു അമ്മയുടെയും അല്ലെങ്കിൽ ഒരു മകളുടെയും ഒരു അമ്മയുടെയും റിലേഷൻഷിപ്പിൽ ഒരു തരത്തിലും രാജ്യമോ രാജ്യസ്നേഹമോ പോലീസോ സുരക്ഷയോ ഒന്നും കടന്നു വരാൻ പാടില്ല. പക്ഷേ നമ്മളുടെ സിസ്റ്റവും നമ്മുടെ മാധ്യമങ്ങളും ഒക്കെ കൂടി അമ്മമാര് മക്കളെ തള്ളിപ്പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വോട്ടെവർ എന്താണ് പോലീസ് പറയുന്നത്, എന്താണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്, യു ആർ റെഡി ടു ടേക്ക് ഇറ്റ്. അങ്ങനെ പക്ഷേ നിൽക്കാത്ത ഒരു അമ്മയായിരുന്നു ബിയുമ്മ എന്നുള്ളത് കൊണ്ടാണ് സക്കരിയയുടെ സ്റ്റോറി നമുക്കിപ്പോഴും സംസാരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ഗുഡ് മുസ്ലിം ആവണം, എൻ്റെ മോൻ തീവ്രവാദിയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് ആ അമ്മ ഇരിക്കാത്തത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ സക്കരിയയുടെ സഹോദരങ്ങൾ ഇരിക്കാത്തതും കൂടെ കൊണ്ടാണ് എനിക്ക് സക്കരിയയുടെ കഥ പറയാൻ പറ്റിയത്. ആദ്യം ഞാൻ സക്കരിയയുടെ വീട്ടിലെത്തുമ്പോൾ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ഉപേക്ഷിച്ച ചാവ് കയറിയ ഒരു വീടായിരുന്നു അത്. പക്ഷേ നിരന്തരമായ സംസാരത്തിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒരാളെ നമ്മളുടെ മോനെയോ നമ്മളുടെ മോളെയോ കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് തന്നത് സക്കരിയയുടെ കേസാണ്. അല്ലെങ്കിൽ മദനി എന്തുകൊണ്ടും ശിക്ഷിക്കപ്പെടാൻ റൈറ്റുള്ള ഒരാളാണ്, മദനി ഡിസേർവ് ഇറ്റ് എന്ന് നമ്മളിൽ പലരും പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ സക്കരിയയ്ക്ക് എന്തുകൊണ്ടാണ് ഈ കേസിൽ പെടേണ്ടി വന്നത്? മദനി നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, ആദിവാസികൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, എല്ലാത്തിനും വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ലോകത്തിൽ നടക്കുന്ന മുസ്ലിം പ്രശ്നങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ലോകത്തിലുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സഫറിങ്ങുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കി തന്നത് മദനിയാണ്. ആ മദനിയെ വേട്ടയാടിയത് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. മദനിയും അത് ഏകദേശം ഇത്രയൊന്നും ഇല്ലെങ്കിലും മദനി കണ്ടിട്ടുണ്ടായിരുന്നു. ഹി ഫോർസോ ഇറ്റ്. പക്ഷേ സക്കരിയ എങ്ങനെയാണ് ഇതിൽ വരുന്നത്? നമ്മളുടെ ഏത് ലിസ്റ്റിലാണ്, ഏത് ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിമിൻ്റെ ഒരു ലിസ്റ്റിലാണ് രാവിലെ വീട്ടിൽ നിന്ന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു 19 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനെ എങ്ങനെയാണ്
ഈ ഗുഡ് മുസ്ലിം, ഈ ബാഡ് മുസ്ലിം, അല്ലെങ്കിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ നിന്നും അകന്നു നിൽക്കുന്ന സക്കരിയെ എങ്ങനെയാണ് ഇതിലേക്ക് വലിച്ചിടാൻ പറ്റുന്നത്? അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇവിടെ ഗുഡ് മുസ്ലിമും ഇല്ല, ബാഡ് മുസ്ലിമും ഇല്ല, ഇറ്റ്സ് ഓൺലി മുസ്ലിം കമ്മ്യൂണിറ്റി. നിങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യകാല സമയം തൊട്ട് തന്നെ, അതിന് മുമ്പ് തൊട്ട് തന്നെ നിങ്ങളുടെ ശത്രു ആരാണ്? ഇന്ത്യ എന്ന നാഷൻഹുഡിൻ്റെ ഒരുമിക്കണമെങ്കിൽ ഈ കാണുന്ന എല്ലാ ആൾക്കാരിലും അല്ലെങ്കിൽ 1 കിലോമീറ്ററിൽ 3-4 നാട്ടുരാജ്യങ്ങൾ ഉണ്ടാവുന്ന ഒരു 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 വലിയ ജോഗ്രഫിക്കൽ ഒരു ഭൂവിഭാഗത്തെ എങ്ങനെയാണ്, എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഒരുമിപ്പിക്കുക? അപ്പോഴാണ് മുസ്ലിം എന്ന് പറയുന്ന, പാകിസ്ഥാൻ എന്ന് പറയുന്ന, ജിന്ന എന്ന് പറയുന്ന പേരുകൾ കടന്നു വരുന്നത്. അത് കേരളത്തിലെത്തുമ്പോഴത്തേക്കും മുസ്ലിം തീവ്രവാദവും അല്ലെങ്കിൽ ന്യൂനപക്ഷ തീവ്രവാദവും, നമ്മൾ ഭൂരിപക്ഷ തീവ്രവാദത്തിനും പറയുന്നതിന് മുമ്പേ തന്നെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് ന്യൂനപക്ഷ തീവ്രവാദമാണ്. നമുക്കിപ്പോഴും പേരില്ല. നമ്മൾ ആൾക്കൂട്ടം കൊന്നു, നാട്ടുകാർ ഓടിച്ചിട്ട് കൊന്നു, സംശയത്തിൻ്റെ ഫലമായി കൊന്നു, ബീഫാണോ അതോ ആടാണോ അതോ പോർക്കാണോ എന്ന് അറിയാതെ കൊന്നു. കൊല്ലാനുള്ള ഒരു വലിയ, അല്ലെങ്കിൽ നിങ്ങൾ ആദിവാസികൾക്ക് വേണ്ടി സംസാരിക്കുന്നു, നിങ്ങൾ മണിപ്പൂരിന് വേണ്ടി സംസാരിക്കുന്നു, നിങ്ങൾ മദനിക്ക് വേണ്ടി സംസാരിക്കുന്നു, നിങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളത് ലിഞ്ച് ചെയ്യാനോ, നിങ്ങളെ അവിടെ പ്രിവിലേജുകളൊന്നുമില്ല. അതായത് ഭരണകൂടത്തിനെതിരെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മുസ്ലിം അല്ല, നിങ്ങൾ ആദിവാസിയല്ല, നിങ്ങൾ സ്ത്രീയല്ല, നിങ്ങളൊരു തരം ടാർഗറ്റ് ചെയ്യപ്പെടാനുള്ള അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള ഒരു ഏജന്റാണ്. നിങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ നരേറ്റീവുകൾ മാറി മാറി വരുന്നത് നിങ്ങളെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ സമയത്തും രാജ്യത്തിൻ്റെ പലതരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് UAPA പോലുള്ള അല്ലെങ്കിൽ ടെററിസ്റ്റ് ലോകൾ, അംബ്രല്ല ലോസുകൾ ഉണ്ടാകുന്നത്. ഈ വർഷം 2026 ജാനുവരിയിൽ പാലക്കാട് വെച്ചിട്ട് ഒരു സ്ത്രീ റോഡിൻ്റെ മധ്യത്തിൽ നിസ്കരിച്ചു എന്നാണ് പത്രങ്ങൾ പറയുന്നത്. അതിൻ്റെ ഒരു 3 മണിക്കൂർ ഇടവേളയിൽ കോൺഷ്യസ് ആയിട്ടും പ്ലാൻഡും ആയിട്ടുള്ള നരേറ്റീവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തുള്ള ഒരു ഹെഡ്ലൈൻ എന്ന് പറയുന്നത്, യൂറോപ്പിലേക്കൊക്കെ എത്തിയിട്ടുള്ള വസന്തം ഇതാ കേരളത്തിലും എത്തിയിരിക്കുന്നു, സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക. എന്താണ് ഈ വസന്തം? ഈ സ്ത്രീ കൂടുതൽ അന്വേഷണം നടന്നപ്പോൾ ഈ സ്ത്രീയുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു പ്രശ്നം, സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് ഇടപെടാത്തതും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ചില മാനസിക പ്രശ്നങ്ങളും കാരണം ആ സ്ത്രീ നടത്തിയിട്ടുള്ള ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റ് ആയിരുന്നു ആ നിസ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രെയർ എന്ന് പറയുന്നത്. പക്ഷേ ജനം TV-യും കർമ്മ ന്യൂസും അങ്ങനെ പലതരത്തിലുള്ള, നിങ്ങൾക്ക് ഓൺലൈനിലും അല്ലെങ്കിൽ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും ടാർഗറ്റഡ് അറ്റാക്ക്. അതായത് ഒരു സംഭവം നടന്നു, 1 മണിക്കൂറിനുള്ളിൽ അതിനെക്കുറിച്ചുള്ള വളരെ ഫേക്കായിട്ടുള്ളതും വളരെ പോളറൈസിങ് ആയിട്ടുള്ള, കമ്മ്യൂണലി പോളറൈസിങ് ആയിട്ടുള്ള വാർത്തകൾ സംഘടിതമായി കൊടുക്കാൻ ഒരു സ്ഥലത്തു നിന്നല്ല, പല സ്ഥലങ്ങളിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമോഫോബിയ റിസർച്ച് കളക്റ്റീവ് എന്ന് പറയുന്ന, ഞാനും അതിലൊരു ചെറിയൊരു ഭാഗം വഹിക്കുന്നുണ്ട്, സുദേശ് ഏട്ടനൊക്കെ ഭാഗമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് കളക്റ്റീവ് എന്ന് പറയുന്നത്, കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്ന ഇത്തരം ഇസ്ലാമോഫോബിക് ഇൻസിഡൻറ്റുകളെ അതീവ കാര്യമായിട്ട് മെത്തോഡിക്കലി ഓൺ എ ഡേ ബേസിസ് പരിശോധിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ കാണപ്പെടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കുന്ന ഒരു ആക്സിഡൻ്റൽ സംഭവമല്ല. അത് സിസ്റ്റവും മാധ്യമങ്ങളും പൊതുജനങ്ങളും
പല തരത്തിലുള്ള കമ്മ്യൂണിറ്റികളും സൊസൈറ്റിയും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു സിസ്റ്റമാണ്. അതിൻ്റെ ഒരു ഭയങ്കര കലക്റ്റീവായിട്ടുള്ള ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് ഓൺ എ ബിഗിനിങ് ഫേസ് മദനിക്ക് നേരെയായിരുന്നു. നമുക്ക് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു ജാർഗൺ ഉപയോഗിച്ചിട്ട് മദനിയെ അന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയില്ല. എന്താണ് ഈ പ്രശ്നം എന്നുള്ളത്. പലപ്പോഴും നമ്മൾ പലരും അതിനെ കണക്കാക്കിയിരിക്കുന്ന ഒരു ഗുഡ് മുസ്ലിം, ബാഡ് മുസ്ലിം എന്ന് പറയുന്ന ഇപ്പോഴും മദനിക്ക് നേരെ മദനി ഇത്രയും കാലം പറഞ്ഞു നടന്ന തീവ്രവാദം എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റിയിലടക്കമുണ്ട്. ഇന്റേണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇസ്ലാമോഫോബിയ മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ സമൂഹത്തിൻ്റെ ഇടയിലടക്കം പ്രചരിപ്പിക്കുവാനും ആരെങ്കിലും വന്ന് പറയുകയാണ് നാളെ നിങ്ങൾ ഇന്നലെ കോഴിക്കോട് ബോംബ് വെച്ചു എന്ന് പറഞ്ഞാൽ സ്വയം ഇന്നലെ ഞാൻ കോഴിക്കോട് ബോംബ് വെച്ചോ എന്ന് നമ്മളെ കൊണ്ട് സംശയിപ്പിക്കുന്ന രീതിയിൽ ഈ നരേറ്റീവുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മീഡിയയ്ക്ക് അതിനകത്ത് കൃത്യമായ സ്ഥാനമുണ്ട്. അല്ലെങ്കിലും ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റ് സമൂഹത്തിൽ അല്ലെങ്കിൽ ഭരണകൂടത്തിൽ മീഡിയ എപ്പോഴും ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. പക്ഷെ അതല്ലാത്ത കുറച്ച് ശബ്ദങ്ങളുണ്ടാവും. അസ്ലയെ പോലുള്ള, ഗ്രീഷ്മ, സുദേശ് ഏട്ടനെ പോലെയുള്ള പലരെയും പോലുള്ള ഇത്തരം ശബ്ദങ്ങളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ശബ്ദങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും മെത്തഡിക്കലും ഇതിനെ പഠിക്കുക, അതിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഇതിനകത്തൊരു റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ടേക്ക് വെക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നന്ദി ജിഷ. അടുത്തായി നമ്മളോട് സംസാരിക്കുന്നത് അസ്ലഹ് വടകരയാണ്. അസ്ലഹ് വടകര മക്തൂബ് മീഡിയയുടെ ഫൗണ്ടറും പിന്നെ എഡിറ്ററുമാണ്. ഫാറൂഖ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സുഹൃത്തുമായി ചേർന്ന് തുടങ്ങിയ ഒരു ചെറിയൊരു പോർട്ടൽ ഇന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെ നിരന്തരം പാർശ്വവൽക്കരിക്കപ്പെട്ട നിരവധി വാർത്തകൾ ഉയർത്തിക്കൊണ്ടുവരികയും അത് ലോകത്തിന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു മാധ്യമ സ്ഥാപനം കൂടിയാണ്. അസ്ലഹിനെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ എന്താ പറയേണ്ടതെന്ന് ഇങ്ങനെ കുറച്ചൊരു മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരിങ്ങനെ സംസാരം കേട്ടപ്പം വേറെന്തൊക്കെയോ ആലോചിച്ചു. വേറെന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പലതും ആലോചിച്ചു. അങ്ങനെ വേറെടയ്ക്കോ കാട് കയറി ആലോചിച്ചു. മൊത്തത്തിൽ എല്ലാം കൂടി ഒരു മിക്സാണ് മനസ്സിലുള്ളത്. കുറേ പോയ ഓർമ്മ വന്നിരുന്നു, കുറേ എഴുതിയ ഓർമ്മ വരുന്നു, കുറേ ചെറുപ്പത്തിൽ പത്രം വായിച്ച ഓർമ്മ വരുന്നു. ഈ ഇപ്പോഴത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന അമീർ പി മുജീബ് റഹ്മാൻ സാഹിബിൻ്റെ ഒരു പ്രസംഗം മുമ്പ് മലയാള മനോരമയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പേപ്പർ കട്ടിങ് വിചാരിച്ചിട്ട് കിട്ടിയിട്ടില്ല. അതിൽ അബ്ദുൽ നാസർ മഅദനിയായിട്ട് ബന്ധപ്പെട്ട മീഡിയ ട്രയലിൻ്റെ സമയത്ത് അബ്ദുൽ നാസർ മഅദനിയുടെ വീട്ടിൽ നിന്നും 4 വിദേശ കത്തികൾ കണ്ടെത്തിയെന്ന് മലയാള മനോരമൻ്റെ 1-ാമത്തെ പേജിൽ വാർത്ത വന്നു. അപ്പോൾ വിദേശത്തുനിന്ന് കത്തികളൊന്നും ആ സമയത്തൊന്നും കേരളത്തിൽ വരാറില്ല. കാരണം കേരളത്തിന് അത്രയും നല്ല കത്തികളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് മലപ്പുറം കത്തിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തിനാണ് വിദേശത്തുനിന്ന് കത്തി? മൊത്തത്തിൽ ആളുകൾ, മനോരമ എന്ന് പറഞ്ഞാൽ അത്രയും ആളുകൾ വായിക്കുന്ന മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട പത്രം. അങ്ങനെ ഭയങ്കര ചർച്ചയായി എന്നാണ് പറയുന്നത്. ആളുകളൊക്കെ അതിനെക്കുറിച്ച് ആലോചിച്ചു. 4 വിദേശ കത്തികൾ എങ്ങനെയാണ് അബ്ദുൽ നാസർ മഅദനിയുടെ വീട്ടിലേക്ക് എത്തിച്ചത്? അത് കപ്പൽ മാർഗമാണോ, കടൽ മാർഗമാണോ, അല്ലെങ്കിൽ വ്യോമമാർഗമാണോ? എങ്ങനെയൊക്കെ ചർച്ചകൾ വന്നു. ആളുകളൊക്കെ എത്രയോ കോടിക്കണക്കിന് ആളുകൾ രാവിലെ മലയാള മനോരമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന 9-ാമത്തെ പ്രാദേശിക ദിനപത്രമാണ് ഇന്ത്യയിൽ തന്നെ. ഇന്ത്യയിൽ വെറും 3% ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് മലയാളം. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന 9-ാമത്തെ പത്രമാണ് മനോരമ. 2 ദിവസം കഴിഞ്ഞിട്ട് മലയാള മനോരമയുടെ 8-ാമത്തെ പേജിൽ ഒരു ചെറിയ തിരുത്ത്, അബ്ദുൽ നാസർ മഅദനിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത് 4 വിദേശ കത്തുകൾ എന്ന് തിരുത്തി വായിക്കുക എന്ന്. വളരെ ചെറിയ കോളം. വിദേശ കത്തുകളില്ലാത്ത വീട് ഒരു വട്ടെ പ്രത്യേകിച്ച് മലയാളത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം കുടുംബങ്ങൾ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നും സുഹൃത്തുക്കളും കുടുംബക്കാരൊക്കെ നിരന്തരം കത്തെഴുതുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തുടങ്ങിയൊന്നല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പം പണ്ടേ നമ്മളിതിങ്ങനെ കേൾക്കുകയും ഈ കുറേ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഫറൂഖ് കോളേജിലല്ല, അതിന് മുമ്പ് +2 പഠിക്കുന്ന സമയത്താണ് ഇപ്പോൾ KP ശശിയുടെ
ഫാബ്രിക്കേറ്റഡ് സോളിഡാരിറ്റി പുറത്തിറക്കുന്നത്, അപ്പോൾ ദിശയുടെ ലേഖനങ്ങൾ അന്നേരം മാധ്യമത്തിൽ വായിക്കുന്നത്. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു എന്താണ് ഒരു. അപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വരെ പറയാം ഒരു കാര്യമില്ലാണ്ട് ഒന്നും നടക്കൂല എന്നുള്ളതാണ് പലപ്പോഴും പറയാം. എനിക്ക് ഓർമ്മയുണ്ട്, ഫറൂഖ് കോളേജിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അബ്ദുൽ നാസർ മഅദനി 9.5 വർഷക്കാലം ജയിലിൽ കിടന്നിട്ട് അക്വിറ്റഡ് ആയതിനു ശേഷം ഒരു കാര്യമില്ലാണ്ട് പിന്നെ മൂപ്പരെ ജയിലിടൂലല്ലോ, കോടതി അക്വിറ്റഡ് ആക്കിയതിന് ശേഷവും ഒരു കാര്യമില്ലാണ്ട് മൂപ്പരെ ജയിലിടൂലല്ലോ എന്ന് ഒരു മുസ്ലിം സുഹൃത്ത് തന്നെ എന്നോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് നിരന്തരം അത് വായിക്കുകയും അതിനെക്കുറിച്ച് വരികയും ഇനി കോടതി പറഞ്ഞാൽ പോലും ഇതല്ലല്ലോ സത്യം എന്നുള്ള അർത്ഥത്തിൽ അത് ആളുകളുടെ മനസ്സിലങ്ങ് തറച്ചുപോയ സംഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ ഈ അടുത്ത് ബാംഗ്ലൂരിൽ മക്തൂബിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരാളെ കാണാൻ പോയി. കുറച്ച് ബിസിനസ് ചെയ്യുന്ന ആളാണ്, നല്ല കപ്പാസിറ്റി ഉള്ള ആളാണ്, നിങ്ങൾ പോയി കാണണം, പരിചയപ്പെടുത്തണം, നിങ്ങൾ ചെയ്യുന്ന വർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, അയാൾക്ക് ഇതൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഞാനും മൂപ്പറും ഇരുന്നു, എന്നെ പരിചയപ്പെടുത്തുന്ന ആളുമുണ്ട്. ഞാൻ മൂപ്പരോട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് സംസാരിച്ച് മൂപ്പരൊക്കെ കേട്ടിട്ട് മൂപ്പര് പറഞ്ഞ ശരിയാണ്, ഇതൊക്കെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, പണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ച് നമ്മൾ പറയുന്നൊരു പുതുമയോടെ കേൾക്കുന്ന ആളല്ല. മൂപ്പര് ചിന്നസ്വാമി സ്ഫോടന കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം, മൂപ്പരുടെ ഒരു പ്രൊഫഷണലാണ്, നല്ല US ഏതൊക്കെയോ കമ്പനിയിൽ മെയിൻ പോസ്റ്റിൽ ആ സമയത്ത് വർക്ക് ഫ്രം ഹോമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. IIMലുള്ള നോർത്ത് ഇന്ത്യയിൽ എവിടെയുള്ള ഒരു IIMൽ നിന്ന് 3 ആളുകൾ ബാംഗ്ലൂർ വരുന്നുണ്ട്, നിങ്ങൾ സഹായിക്കണമെന്ന് മൂപ്പരോട് ഫോൺ വിളിച്ച് പറയുകയും മൂപ്പരോട് നേരിട്ട് കണ്ടിട്ട് പറയുകയും മൂപ്പരെ സുഹൃത്തുക്കൾ ചെയ്തു, കുറച്ച് വർക്ക് പ്രൊഫഷണൽ സഹായം ചെയ്തു കൊടുക്കണമെന്ന്. അങ്ങനെ മൂപ്പര് സഹായമൊക്കെ ചെയ്തു കൊടുത്തു. IIM എന്നുള്ള 3 ആൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് IIM. ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ഒരു സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട് മൂപ്പരെ കേസിന് വിചാരണ ചെയ്യാൻ അവിടുത്തെ പോലീസ് ഒരു ഇരുട്ടുമുറിയിലേക്ക് വിളിച്ചു. നിങ്ങൾ IIMലുള്ള 3 ആളുകളെ ബാംഗ്ലൂരിലെത്തിയിട്ട് സഹായിച്ചിട്ടുണ്ട്, ഇന്ത്യൻ മുജാഹിദീനുള്ള 3 ആളുകളെ ബാംഗ്ലൂരിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ട് സഹായിച്ചിട്ടുണ്ട് എന്ന വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിന് സാക്ഷികളുണ്ട്, അതിന് ഫോൺ കോൾ റെക്കോർഡ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ IIM ആവുന്നു. എന്നിട്ട് മൂപ്പര് അറൗണ്ട് ഒരു 14 ദിവസത്തോളം മൂപ്പരെ കേസൊന്നും രജിസ്റ്റർ ചെയ്യാതെ 14 ദിവസത്തോളം മൂപ്പരെ നിരന്തരം ദിവസവും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കും. അവസാനം പോലീസ് തന്നെ ഒരു കൺക്ലൂഷനിലെത്തി അത് IIM അല്ല, അത് സിമിയാണെന്ന്. അപ്പോൾ മൂപ്പര് പറയുന്നുണ്ട്, ഞാൻ IM അല്ലേ, ഇത് സിമി അല്ലേ, എന്നെ വെറുതെ വിട്ടൂടെ എന്ന് മൂപ്പര് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ച സിമി എന്ന് പറഞ്ഞിട്ട് പിടിച്ച ആളുകളെ പോലും പൂർണ്ണമായി പിന്നെ വെറുതെ വിട്ട കഥ ഉണ്ടായി. മൂപ്പര് അന്ന് ആ സമയത്ത് ഇതുപോലെ വർക്ക് ചെയ്യുകയായിരുന്നെങ്കിൽ ഇന്ന് US ഏറ്റവും നല്ല ടോപ്പ് പൊസിഷനിൽ ഉണ്ടാവേണ്ട ഒരാളായിരുന്നു. മൂപ്പർക്ക് അതിന് ശേഷം US വിസ പോലും കിട്ടിയിട്ടില്ല. ഇപ്പോഴും വേറെ അർത്ഥത്തിൽ ഭയങ്കര സർവൈലൻസിലാണ് ജീവിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് ഇത് കാരണം എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം കുറച്ചും കൂടി സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്, അവരൊക്കെ ഒരു കൂടി ബാംഗ്ലൂരിൽ ആ സമയത്ത് ഇങ്ങനെ മുസ്ലിം പ്രൊഫഷണൽസൊക്കെ വന്നിട്ടൊന്ന് കലക്റ്റീവായി തുടങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ഒരു മുസ്ലിം പ്രൊഫഷണൽസ് ഓഫ് ബാംഗ്ലൂരു എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കൂടുകയും ഖുർആൻ ക്ലാസ്സൊക്കെ നടത്തുകയും അങ്ങനെ വർക്ക് ചെയ്യുകയും ചെയ്യുന്നതിൽ കുറച്ചൊക്കെ ആളുകൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അതിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെയാണ് പിന്നെ ഓരോരുത്തരെയും കേസിൽ അറസ്റ്റ് ചെയ്യുകയും കേസിൽ ഇങ്ങനെ പ്രയാസപ്പെടുത്തുകയും ചെയ്തത്. ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വ്യത്യസ്ത ആസ്പിരേഷനുകളെ, പ്രത്യേകിച്ച് അവരേത് അർത്ഥത്തിൽ എങ്ങനെ പ്രകടമാക്കിയാലും അതിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. അത് നമ്മൾ സ്ഥിരം പറയാറുള്ളൊരു ഉദാഹരണം ഉണ്ടായിരുന്നു. പിന്നെ മധ്യപ്രദേശിലുള്ള മൂപ്പര് പേരെന്നോട് മറന്നുപോയി, ഒരു അഹമ്മദാബാദിൽ നിന്ന് വന്ന ഒരു വളക്കച്ചവടക്കാരൻ, അഹമ്മദാബാദ് ആണോ എന്നും സംശയമുണ്ട്, എന്തായാലും ഒരു വളക്കച്ചവടക്കാരൻ മൂപ്പര് വള വെക്കുകയാണ്. നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ ഇവിടെയുള്ള ആളുകൾക്കറിയാം, എല്ലാവർക്കും 2 പേരുണ്ടാവും, സ്വന്തം പേരൊന്നും ആയിരിക്കില്ല, വിളിക്കുന്ന പേര് വരയ്ക്കും. എൻ്റെ കൂടെ 3 വർഷം പഠിച്ച അൻസാർ എന്ന് പറഞ്ഞ സുഹൃത്തിനെ കാണാൻ ഞാൻ വേങ്ങര പോയിട്ട് ഞാൻ കുറേ തപ്പിയിട്ടും കിട്ടിയില്ല. അവസാനം അള്ളാഹ് നമ്മുടെ കുഞ്ഞാപ്പു അല്ലേ എന്ന് വെച്ചു. കുഞ്ഞാപ്പു എന്നാണ് എല്ലാവരും വിളിക്കുക, അൻസാർ എന്ന് ആരും അറിയില്ല. അതേപോലെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലൊക്കെ ആളുകൾക്ക് 2 പേരുണ്ടാവും. അപ്പം ഇദ്ദേഹത്തോട് പെട്ടെന്ന് പേര് ചോദിച്ചപ്പോൾ മൂപ്പര് വിളിപ്പേര് പറഞ്ഞു. പക്ഷേ മൂപ്പര് ആധാർ കാർഡിൽ ഉണ്ടായിരുന്നത് മൂപ്പരുടെ യഥാർത്ഥ പേരാണ്. മൂപ്പര് ഇരട്ട ഐഡൻറ്റിറ്റിയുമായിട്ട് ഈ വളക്കച്ചവടം നടത്താൻ വന്ന ഭീകരനാണ് എന്ന് പറഞ്ഞിട്ട് മൂപ്പരെ പിടിച്ചു കൊണ്ടുപോകുന്നു. 3 വർഷത്തോളം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് മൂപ്പര് ജയിൽവാസം അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ അതിന് പിന്നാലെ നടക്കുകയോ ചെയ്യുന്നുണ്ട്.
300 രൂപ ഒരു ദിവസം മൂപ്പർ ഏതൊരു ലോക്കൽ മീഡിയക്ക് നടത്തിയ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. 300 രൂപ പിന്നെ ഒരു ദിവസം വള കച്ചവടം നടത്തിയാൽ ലാഭം കിട്ടും, അല്ലെങ്കിൽ വരുമാനം കിട്ടും. ആ സമയത്ത് തന്നെ ആയിരുന്നു, അല്ല അതിനോടനുബന്ധിച്ചൊക്കെ ആയിരുന്നു കേരളത്തിൽ മീഡിയ വൺ ചാനലിൻ്റെ നിരോധനവും വരുന്നത്. മീഡിയ വൺ ചാനൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മുസ്ലിം സംഘാടനത്തിൻ്റെ കീഴിൽ ഒരു 24/7 ന്യൂസ് സാറ്റലൈറ്റ് എന്ന അർത്ഥത്തിൽ ഏക ചാനലാണ്, പ്രത്യേകിച്ച് ഒരു മുസ്ലിം ഗ്രൂപ്പ് ഓൺ ചെയ്യുന്ന ചാനൽ എന്ന അർത്ഥത്തിൽ. അതൊരു 300 കോടിയുടെ ഒരു സ്വത്താണ്. അപ്പം ദിവസം 300 രൂപ ഉണ്ടാക്കിയാലും, ദിവസം നിങ്ങൾ 300 കോടിയുടെ സ്വത്താണെങ്കിലും നിങ്ങൾ 300 രൂപ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ പോലും, പ്രത്യേകിച്ച് ഒരു മുസ്ലിം ഓൺഡായ കാര്യങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം ആസ്പിറേഷനുകളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എനാബ്ലർ ആയിരിക്കും, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കും ഈ മീഡിയ എന്നുള്ളത്. അത് വളരെ സ്വാഭാവികമാണ്, നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവാത്ത രീതിയിലാണ് അത് വരിക. ഞാൻ ഇന്നലെ നമ്മൾ ഈ പ്രത്യേകിച്ച് ഇത് കുറച്ചുകൂടി ഇപ്പോൾ പോപ്പുലർ കൾച്ചറിലൊക്കെ അതിനൊക്കെ ഒന്ന് എതിർത്തിങ്ങനെ വരുന്നത്, ഈ ഷറഫുദ്ദീനും പിന്നെ രജിഷ വിജയനും അഭിനയിച്ചൊരു പടമുണ്ട്, മധുര മനോഹര മോഹം. NSSനൊക്കെ കളിയാക്കുന്ന ഒരു നായർ, അതിനൊക്കെ കളിയാക്കുന്ന ഒരു പടം. അതേസമയം അത് ജാതി വേറെ ഇതൊക്കെ പറയുന്നുണ്ട്. അതിൽ പിന്നെ ഒരു ഹിന്ദു പെണ്ണും ഒരു ക്രിസ്ത്യാനി ചെക്കനും തമ്മിലുള്ള ഒരു ഒളിച്ചോട്ടത്തെക്കുറിച്ച് വീട്ടിൽ സംസാരിക്കും പറയുന്നുണ്ട്. അത് ലവ് ജിഹാദാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതിപ്പുറം ഹിന്ദു വനിതയും അപ്പുറത്തൊരു ക്രിസ്ത്യൻ പുരുഷനാണല്ലോ, അപ്പോൾ ഇങ്ങനെ ലവ് ജിഹാദ് ആവുക എന്ന് പറയുമ്പോൾ അതൊന്നും അറിയില്ല, എല്ലാവരും അങ്ങനെയാണ് പറയുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ മൊത്തത്തിലൊരു അതിനെ ഭയങ്കര പരിഹസിച്ചിട്ട് നല്ലൊരു ക്രിട്ടിക്കായിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ എവിടെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് വളരെ സ്വാഭാവികമായ രീതിയിലാണ് ഇത് വരുന്നത്. ഞാൻ പ്രത്യേകിച്ച് നമ്മൾ അനുഭവിക്കുന്നൊരു വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, അത് ഞാനിപ്പോൾ ആലോചിച്ചത് സത്യത്തിൽ. ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ അബൂബക്കർ സാഹിബിൻ്റെ മകനൊരു പോസ്റ്റ് ഇട്ടു. അബൂബക്കർ സാഹിബിൻ്റെ മകനിട്ട പോസ്റ്റ്, അമൽ തഹസീൻ എന്ന് പറയുന്ന അബൂബക്കർ സാഹിബിൻ്റെ മകനിട്ട പോസ്റ്റ്, എൻ്റെ ഉപ്പാനെ ജയിലിൽ കൊണ്ടുപോകുമ്പോൾ ഇവർ നടന്നിട്ടായിരുന്നു പോയിരുന്നത്. ഇപ്പോൾ തിരിച്ച് വീൽ ചെയറിലാണ്. ഇന്ന് 4 വർഷത്തിന് ശേഷം വിചാരണ തുടങ്ങാൻ വേണ്ടി കുറ്റപത്രം സമർപ്പിച്ച് കോടതിയിലേക്ക് കൊണ്ടുവരുമുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ കേരളത്തിലെ ബാക്കിയുള്ള പത്രങ്ങൾക്ക് വാർത്തയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷേ നമുക്ക് എന്തായാലും വാർത്തയാണ്. കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു മുസ്ലിം നേതാവിൻ്റെ ഒരു 4 വർഷത്തോളം ജയിലുണ്ടായിരുന്ന അവരുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ച് അവരുടെ മകൻ തന്നെ ഫേസ്ബുക്കിൽ എഴുതുന്നു. ഇത് വളരെ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനൊരു എമ്പതി തോന്നേണ്ട ഒരു വാർത്തയാണ്. ഇത്രയും വയസ്സുള്ള ഒരാൾ 4 വർഷം ജയിലിട്ടിട്ട് വിചാരണ തുടങ്ങാതെ മൂപ്പരിപ്പോൾ വീൽ ചെയറിലാണല്ലോ വരുന്നതെന്ന്. പക്ഷേ ഈ വാർത്ത തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പം നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് എഴുതേണ്ടി വരും. ഇത് വായിക്കുന്നതോടുകൂടി മൊത്തത്തിൽ അതിൻ്റെ വായനക്കാർ ആകെ പ്രയാസത്തിലും പ്രശ്നത്തിലും ആവും. ഇതെന്തിനാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് ആലോചിക്കും. ഇത് വായിക്കുന്ന ആളുകൾ പ്രയാസപ്പെടും. ഇത് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും. സക്കരിയയെക്കുറിച്ച് നമ്മൾ വാർത്ത കൊടുക്കുമ്പം ബാംഗ്ലൂരു സ്ഫോടന കേസ് എന്തായാലും എഴുതേണ്ടി വരും. ബാംഗ്ലൂരു സ്ഫോടന കേസിൽ കഴിഞ്ഞ 17 വർഷത്തിലധികമായി ജയിലിൽ കിടക്കുന്ന സക്കരിയ നെയ്യുന്നതോടുകൂടി അതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ മൊത്തം സ്ഫോടന കേസ് പ്രതിയല്ലേ എന്നതിലേക്ക് മാറും. ഇവൻ നേരത്തെ പറഞ്ഞ കളമശ്ശേരി സ്ഫോടന കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വാർത്ത കൊടുത്തതിനെതിരെ എനിക്കെതിരെ കേസ് വന്നപ്പോൾ പത്രത്തിൽ വന്ന തലക്കെട്ട് കളമശ്ശേരി സ്ഫോടനം സ്വതന്ത്ര മാധ്യമ പ്രവർത്തനെതിരെ കേസ് എന്നാണ്. ഒറ്റയ്ക്ക് വായിച്ചു നോക്കുമ്പം ഞാനവിടെ പോയി ബോംബിട്ട പോലെയാണ് ടൈറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രതിസന്ധി സത്യം പറഞ്ഞാൽ ഈ വാർത്ത കൊടുക്കുമ്പോൾ ഇതിനെങ്ങനെയാണ് ഈ പ്രത്യേകിച്ച് ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട് UAP ആയിട്ട് ബന്ധപ്പെട്ട് ടെറർ കേസുകളായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന വാർത്തകൾ ആളുകൾ എങ്ങനെയാണ് കൺവേ ചെയ്യുന്നത്, അതെങ്ങനെയാണ് വായിക്കുന്നത്, അത് മറ്റൊരു കൂട്ടർ ഇത് വേറെ അർത്ഥത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ഞാനിപ്പോൾ സത്യത്തിലൂടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചത്. അതിനെന്താണ് ഒരു വഴി, അതിങ്ങനെയാണോ പറയേണ്ടത്, ഇങ്ങനെ പറഞ്ഞിട്ട് അത് ആളുകളിലേക്ക് എത്തുന്നുണ്ടോ എന്നൊക്കെയാണ്. കാരണം ഒരുപാട് മാറി എന്ന് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോഴും അതൊന്നും അങ്ങനെ അത്രയൊന്നും മാറിയിട്ടില്ല എന്നുള്ളത് പോലെയും ഫീൽ ചെയ്യാറുണ്ട് ചില സമയത്ത്. പ്രത്യേകിച്ച് പക്ഷേ കേരളത്തിന് പുറത്തുള്ള ഹിന്ദി ഇംഗ്ലീഷ് സർക്കിളിലൊക്കെ കുറച്ചും കൂടി ആളുകൾ ഇതൊരു ഫ്രെയിംഡായ കേസാണെന്നും അദ്ദേഹത്തെ വേട്ടയാടിയതാണെന്നൊക്കെ അർത്ഥത്തിൽ ആളുകൾ സംസാരിക്കുന്നതും പ്രതികരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ മലയാളി സർക്കിളിൽ കുറച്ചും കൂടി ഇങ്ങനൊരു നീതി നിഷേധിക്കപ്പെടുന്നു, ഇതൊരു കള്ള കേസാണ്, ഇതില്ലാത്തൊരു കേസാണ് എന്നൊരു ഉറക്കെ പറയുന്ന ആളുകൾ ഈവൻ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണലുണ്ട്. ചിലർ പലതും അങ്ങ് വിളിച്ചു പറയും. ആ കൂട്ടത്തിൽ പോലും അറിയാതെ പോലും ആളുകളൊന്നും ഇങ്ങനെ ഇത് പറയുന്നില്ല എന്നുള്ളൊരു സങ്കടം പലപ്പോഴും തോന്നാറുണ്ട്. ഇത് പ്രത്യേകിച്ച് മക്തൂബിൽ നമ്മളിങ്ങനെ വാർത്ത കൊടുക്കുമ്പം
ഇത് കുറച്ച് മുമ്പുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 5-8 കൊല്ലമായിട്ട് കൊടുത്തിരിക്കുന്ന വാർത്തകൾ മൊത്തം അക്യുറ്റഡായ വാർത്തകളാണ്. 28 കൊല്ലത്തിന് ശേഷം അക്യുറ്റഡായ വാർത്തകളുണ്ട്. 28 കൊല്ലം. ഇപ്പോൾ 30 വയസ്സാണ് എനിക്ക്. ഇത് 28 കൊല്ലം എന്ന് പറഞ്ഞാൽ 11. ഞാൻ ജീവിച്ച അത്രയും വർഷം ജയിലിൽ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നിട്ട് അക്യുറ്റഡായ മനുഷ്യന്മാരുണ്ട്. അപ്പം ഇവരെക്കുറിച്ച് വലിയ ഡാറ്റ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവരെക്കുറിച്ച് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പം ഇന്ന് നമ്മൾ ഗോഡി മീഡിയ എന്നൊന്നും വിളിക്കാത്ത അന്നത്തെ ഭയങ്കര നാഷണൽ മീഡിയകളായ ഈവൻ ഇന്ത്യൻ എക്സ്പ്രസ് ആയാലും ഹിന്ദു ആയാലും പിന്നെ NDTV ആയാലും ഇങ്ങനെയുള്ള എല്ലാ മീഡിയകളടക്കം അവരെക്കുറിച്ച് കൊടുത്ത വാർത്തകളൊക്കെ വായിക്കുമ്പോൾ ശരിക്കും നമ്മൾ പേടിച്ചു പോകും. അത്രയും ഭീകരമായ വാർത്തകൾ. നമ്മൾ മനോരമനെ കളിയാക്കാറുണ്ടല്ലോ, റൂട്ട് മാപ്പ് വരക്കാറുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ഇവർ സ്ഫോടനം നടത്തിയതിൻ്റെ കൃത്യമായ റൂട്ട് മാപ്പൊക്കെ വരച്ചിട്ട് ദേശീയ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ടാവും. ആ മനുഷ്യരെയാണ് കോടതി 28 കൊല്ലം വിചാരണ നടത്തിയിട്ടും ഒരു കേസും ഇല്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ വിടുന്നത്. അപ്പോൾ ഇത് ഈ വാർത്ത കൺസ്യൂം ചെയ്ത ആളുകൾ എങ്ങനെയാണ്, അതിനെങ്ങനെയാണ് ആളുകൾ കാണുന്നത് എന്നൊക്കെയുള്ളൊരു ഞാനതൊരു കൺക്ലൂഷനിലേക്ക് പറയുന്നതല്ല. പക്ഷേ മൊത്തത്തിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ സോളിഡാരിറ്റി പരിപാടി ആലോചിക്കുമ്പം ഇപ്പം ഞാൻ കുറച്ചും കൂടി വളരെ സീരിയസ് ആയിട്ട് എൻ്റെ മനസ്സിൽ വന്ന ആലോചന, എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കുറച്ചുകൂടി ഇത്തരം സ്ഫോടന കേസുകൾ വാർത്തകളാക്കുന്നത്, അതെങ്ങനെയാണ് വായനക്കാർ അതിനെ കാണുന്നത്, ആർക്കൊക്കെ നമ്മൾ ഇടയ്ക്കൊരു സർവേ എടുത്ത് നോക്കണം എന്നൊക്കെ അഭിപ്രായമുണ്ട്. ആർക്കൊക്കെ സക്കരിയെ അറിയാം, സക്കരിയ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വെറുതെ ജയിലിൽ കിടക്കുന്നിരുന്ന ആൾക്കാർക്ക് അറിയോ, അബ്ദുൽ നാസർ മഹദിനി ഒരു 9.5 കൊല്ലം ജയിലിൽ കിടന്നിട്ടും വെറുതെ വന്ന ആളാണെന്ന് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അറിയോ, അറിയുന്നുണ്ടെങ്കിൽ തന്നെ അവരെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടോ എന്നൊക്കെ അർത്ഥത്തിലുള്ളൊരു ആലോചനയാണ് എനിക്ക് വരുന്നത്. കാരണം പുതിയ മീഡിയകളിൽ അതൊന്നും പറയുന്നില്ല. പറയുന്നതിനെ ആളുകൾ ആ അർത്ഥത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോലും അതങ്ങനെ കൺവേ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇത് വളരെ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ ആ സൈക്കിൾ അങ്ങനെ തന്നെ ആവർത്തിച്ച് കൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മളെ ഉത്തരേന്ത്യയിൽ അർണബ് ഗോസ്വാമിക്കാണ് ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗിൽ നിന്ന് അയാൾ അവകാശപ്പെടുന്ന പോലെ കേരളത്തിൽ റിപ്പോർട്ടർ ചാനൽ പറയുന്നു ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് അവർ അവകാശപ്പെടുന്നു. ഇതെല്ലാം അവകാശവാദങ്ങളാണ്. വൈറ്റ് കോളർ ടെററിസം നരേറ്റീവായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നു എന്ന് അവകാശപ്പെടുന്ന ചാനലിൻ്റെ മോർണിംഗ് ഷോയിൽ 1 മണിക്കൂർ അദ്ദേഹത്തിന് റിപ്പോർട്ടർ TVയുടെ എഡിറ്റർ അരുൺ കുമാർ 1 മണിക്കൂർ ചെലവഴിച്ചത് എങ്ങനെയാണ് വൈറ്റ് കോളർ ടെററിസം. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അടുത്ത് വരാം, ഇവർ ജേർണലിസ്റ്റുകളായിട്ട് വരാം, ഡോക്ടറായിട്ട് വരാം, പോലീസായിട്ട് വരാം, എന്തുമായിട്ട് വരാം, വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ വരാം എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മുടെ നാട്ടിൽ അതിനൊന്നും ഒരു അരിശ ഉണ്ടായിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് നമ്മളൊരു പ്രത്യേകിച്ച് റിപ്പോർട്ടിംഗ് ടെററിസം, ഈ ടെറർ നരേറ്റീവുകൾ എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് അതിനെ കാണുന്നത്, നമ്മളൊരു റെസ്പോൺസ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ കൺസേൺ പങ്കുവെക്കാമെന്ന് മാത്രമാണ് ഞാൻ ആലോചിച്ചത്. പക്ഷേ ബാക്കി എന്തെങ്കിലും ഞാൻ നേരത്തെ അവിടെ നോക്കിയപ്പോൾ 33 മിനിറ്റിന് ബാക്കിയുള്ളൂ, ഇപ്പം 43 മിനിറ്റ് ബാക്കി. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ശരി, നന്ദി അസ്ലെ. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് സുദേശം രഘുവാണ്. സുദേശ് ചേട്ടന് ദീർഘകാലമായി നമ്മളൊക്കെ കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ഇസ്ലാമോഫോബിയക്കെതിരെ നിരന്തരം വർത്തമാനങ്ങൾ പറയുന്ന, നിരന്തരം സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും എഴുതുകയും പലപ്പോഴും നല്ല വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെതിരെ ശബ്ദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. നേരത്തെ സൂചിപ്പിച്ച ഇസ്ലാമോഫോബിയ റിപ്പോർട്ട്, എല്ലാ വർഷവും കേരളത്തിൽ നടക്കുന്ന ഇസ്ലാമോഫോബിയ കണ്ടന്റുകൾ അത് ഡോക്യുമെൻ്റാക്കി സൂക്ഷിക്കുന്ന വലിയൊരു വർക്ക് കൂടെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. സുധീഷ് സാറിനെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരിക്കലും എഴുതിയൊരു വാചകമാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ഈ ഭാവനയ്ക്ക് അനന്ത സാധ്യതകളുള്ള ഒരേ ഒരു മേഖല മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള ഈ അപസർപ്പ കഥകളാണ്. എന്ത് വേണേലും പറയാം, ഒരു ചോദ്യം ചെയ്യാതെ കംപ്ലീറ്റ് ആളുകൾ വിശ്വസിക്കും. ഇതാണ് പൊതുവിൽ ഈ ഭീകരത എന്നല്ല, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് ആഖ്യാനങ്ങളും പ്രധാന മുഖ്യധാരാ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വരുന്നത് ഇതേമാതിരിയാണ്. ആളുകൾക്ക് ഭാവനയ്ക്ക് അനന്ത സാധ്യതയാണ്, എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ളതാണ്. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഈ പത്രമാധ്യമങ്ങളുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ ഭീകരത ആഖ്യാനങ്ങൾ നടത്തുന്നതിനെ സംബന്ധിച്ച് ഫസലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ കുറേ വർഷങ്ങളായിട്ട് നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഇവർ ഭീകരത ആഖ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ ഭീകരത എന്ന വാക്ക് വാസ്തവത്തിൽ എന്താണ് ഭീകരത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാസ്തവത്തിൽ അതൊരു പ്രവർത്തന രീതിയാണ്. ഭീകരത എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യയശാസ്ത്രം, മാവോയിസം പോലെ അല്ലെങ്കിൽ ലിബറലിസം പോലെ എന്തെങ്കിലും ഒരു പ്രത്യയശാസ്ത്രമല്ല അത്.
അതൊരു പ്രവർത്തന രീതിയാണ് ഭീകരത എന്ന് പറയുന്നത്. ഒരു ഭയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഹിംസയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയ സാമൂഹിക ലക്ഷ്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഹിംസ, അങ്ങനെയൊക്കെ ആകാം ഭീകരത പ്രവർത്തനം. അതൊരു പ്രവർത്തന രീതിയാണ്. പക്ഷെ നമ്മൾ ഭീകരത എന്ന വാക്കുകൊണ്ട് മാത്രം നമ്മൾ സംതൃപ്തരാകില്ല. നമുക്ക് ഭീകരത എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും എന്ത് ഭീകരത, അല്ലെങ്കിൽ ആരുടെ ഭീകരത, എവിടെ നിന്ന് വരുന്ന ഭീകരത എന്നുകൂടി പറഞ്ഞാലേ അത് പൂർണ്ണമാകുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മളാണ് ഇസ്ലാമിക ഭീകരത എന്ന് പറയുന്നു, വലതുപക്ഷ ഭീകരത എന്ന് പറയുന്നു, ഭരണകൂട ഭീകരത എന്ന് പറയുന്നു, അങ്ങനെ പലതരത്തിലുള്ള ഭീകരതകൾ നമ്മൾ ആഖ്യാനങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ എല്ലാ തരത്തിലുള്ള ഹിംസകളെയും ഒരേ മാതിരിയല്ല ഈ മാധ്യമങ്ങളും പൊതുസമൂഹവും ഭീകരത എന്ന വാക്കിൽ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ ചരിത്രമൊക്കെ ധാരാളം പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുന്നൊരു കാര്യം അതാണ്. എല്ലാത്തരം ഭീകരതയും ഒരേ മാതിരിയുള്ള ഒരു മാനദണ്ഡം വെച്ചല്ല ചെയ്യുന്നത്. ഇത് ഞാൻ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹിംസയെ ന്യായീകരിക്കാൻ വേണ്ടിയല്ല. പക്ഷേ എങ്ങനെയാണ് ഇതിനെ സൂക്ഷ്മമായി വിലയിരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ഓരോ ഭീകരത ആഖ്യാനങ്ങൾക്ക് പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ്. ആ പ്രയോഗത്തിന് വരുന്ന ഒരു രാഷ്ട്രീയമുണ്ടെന്നുള്ളതാണ് ഞാൻ പറയാൻ സൂചിപ്പിക്കുന്നത്. അത് കൃത്യമായ രീതിയിലൂടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, 2-3 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഉദാഹരണമായിട്ട് കേരളത്തിൻ്റെ അക്രമ പ്രവർത്തനങ്ങളുടെ ആളുകളെ കൊല്ലുന്നതിൻ്റെ ഒരു കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ള ആളുകൾ ഒരു മുസ്ലിമോ അല്ല, മുസ്ലിം സംഘടനകളോ അല്ല. അത് ചരിത്രപരമായും കണക്കുകൾ വെച്ച് നമുക്ക് തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് പ്രധാനമായിട്ടും ഉത്തര കേരളത്തിലാണ്. അതിനെക്കുറിച്ച് നിരവധി പഠനങ്ങൾ വന്നിട്ടുണ്ട്. ആ പഠനങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നു അതിൽ കൂടുതലും പങ്കെടുത്തില്ല 3-2 അക്രമ പ്രവർത്തനങ്ങൾ, ഏതാണ്ട് 4000-ഓളം കേസുകൾ തന്നെ അതിനെ സംബന്ധിച്ചാണ് പഠനങ്ങൾ പറയുന്നത്. 2500 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിലെല്ലാം തന്നെ ഒരു 3-2 ഭാഗവും വരുന്നത് RSS, CPM, കോൺഗ്രസ് പോലെയുള്ള, വേണമെങ്കിൽ ഹിന്ദു ദേശീയ ഭൂരിപക്ഷ ദേശീയത എന്ന് പറയുന്ന ആളുകളുടെ ഒരു പ്രത്യയശാസ്ത്രം വഹിക്കുന്ന പാർട്ടികൾ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ കൂടുതൽ ആധിപത്യമുള്ള പാർട്ടികൾ എന്ന് പറയാവുന്ന ഈ പാർട്ടികൾ പങ്കെടുക്കുന്നതാണ്. ഇവർ പങ്കെടുത്ത ആക്രമണ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ അവിടെ നടന്നിട്ടുള്ളത് ഉത്തര കേരളത്തിൽ നടന്നിട്ടുള്ളത് കണക്കുകളുള്ളതാണ്. പക്ഷേ അതിനെങ്ങനെയാണ് പത്രമാധ്യമങ്ങളും അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്? അത് പ്രധാനമായിട്ടും അതിനെ രാഷ്ട്രീയ ഹിംസ, അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അല്ലെങ്കിൽ പ്രതികാര രാഷ്ട്രീയം, അങ്ങനെയാണ്. ഉല്ലേഖിൻ്റെ ഒരു പഠനമുണ്ടത്, ഉല്ലേഖ് NPയുടെ ഒരു പഠനമുണ്ട്. ആ പഠനത്തിൽ അദ്ദേഹം പറയുന്നത് അത് രാഷ്ട്രീയ കൊലപാതകം എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഇതേ ഉല്ലേഖ് തന്നെ ക്യാമ്പസ് ഫ്രണ്ടിനെ കുറിച്ച് ഓപ്പൺ മാഗസിനിൽ എഴുതിയേക്കുന്ന ഒരു ലേഖനത്തിൽ ആരോപിക്കുമ്പോൾ ഉടനെ തന്നെ അതിനകത്ത് മതമൗലികവാദവും ഭീകരവാദവും ഓട്ടോമാറ്റിക്കായിട്ട് കടന്നു വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ക്യാമ്പസുകളിൽ ക്യാമ്പസുകളിൽ ഇപ്പോൾ SFIക്കാരി മുസ്ലിം സംഘടനകളെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് വിദ്യാർത്ഥി സംഘർഷം എന്നാണ് പത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രീതി. ക്യാമ്പസ് ഫ്രണ്ടുകാരുടെ ഒരു ആക്രമണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രട്ടേണിറ്റിക്കാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ SFIക്കാരെ ഒരു ആക്രമണത്തിൻ്റെ ഒരു പ്രത്യാക്രമണമോ അല്ലെങ്കിൽ ഒരു പ്രതിരോധമോ നടത്തുകയാണെങ്കിൽ ഉടൻ തന്നെ അതിനകത്ത് മതമൗലികവാദവും ഭീകരതയും ഓട്ടോമാറ്റിക്കായിട്ട് ഈ മാധ്യമങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭീകരത ആഖ്യാനങ്ങൾക്ക്, അതിൻ്റെ പ്രചാരണത്തിന് വലിയ ഒരു രാഷ്ട്രീയമുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ചരിത്രം പരിശോധിച്ചു. ഇപ്പോൾ കമ്മ്യൂണലിസം എന്ന വാക്ക് ഉദാഹരണം ഞങ്ങൾ പലപ്പോഴും പറഞ്ഞു. കമ്മ്യൂണലിസം എന്നൊരു വാക്ക് എങ്ങനെയാണ് വർഗീയത എന്നൊരു വാക്ക് മുസ്ലിം രാഷ്ട്രീയവുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തി അതിൻ്റെ തുടക്കം പരിശോധിച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ വാസ്തവത്തിൽ ആ അർത്ഥത്തിലല്ല ഫണ്ടമെന്റലിസം എന്ന വാക്കവും അതുപോലെ തന്നെ കമ്മ്യൂണലിസം എന്ന വാക്കവും മുസ്ലിങ്ങൾ മാത്രമായിട്ട് ബന്ധപ്പെടുത്തിയല്ല അതിൻ്റെ ഉത്ഭവം. ഇറാൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫണ്ടമെന്റലിസം എന്ന വാക്ക് വ്യാപിച്ചെങ്കിലും അത് വ്യത്യസ്ത തരത്തിലുള്ള മതവിഭാഗങ്ങളുടെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി, അവരുടെ പ്രവർത്തനങ്ങളെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും കുറേ നാളുകളായിട്ട് അത് ഉപയോഗിക്കുന്നത് മുസ്ലിം രാഷ്ട്രീയക്കാരെ, അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയ ഇടപെടലുകൾ, സാമൂഹിക ഇടപെടലുകൾ, വ്യവഹാരങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് കമ്മ്യൂണലിസം എന്ന വാക്കും. കമ്മ്യൂണലിസത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അതിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അത് വ്യത്യസ്ത തരത്തിലുള്ള സാമുദായികവും രാഷ്ട്രീയവുമായിട്ടുള്ള വിഭാഗങ്ങളുടെ സംഘർഷങ്ങളെ രൂപപ്പെടുത്താൻ അല്ലെങ്കിൽ അടയാളപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന വാക്കായിരുന്നെങ്കിൽ പിൽക്കാലത്ത് പിന്നീടത് മുസ്ലിങ്ങളുടെ ഇടപെടലിനെ മാത്രമായി കേന്ദ്രീകരിക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ അത് വർഗീയത എന്നൊരു വാക്ക് പറയുമ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ്? ഉടനെ തന്നെ മുസ്ലിം എന്നൊരു കമ്മ്യൂണിറ്റി മനസ്സിലേക്ക് ഓടിയെത്തുന്ന രീതിയിലേക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം, ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഫോടനമുണ്ടായി എന്ന്, എവിടെയെങ്കിലും ഒരു ഭീകര സ്ഫോടനം ഉണ്ടായി എന്നൊരു വാർത്ത കൊടുത്താൽ മതി. ആ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ആ ചിത്രം എന്താണ്? ഒരു പ്രത്യേക മതവിഭാഗവുമായി ബന്ധപ്പെട്ട്, പ്രധാനമായിട്ട് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം ഓട്ടോമാറ്റിക്കായിട്ട് രൂപം കൊള്ളുന്നത് ആ വാക്കിലുണ്ട്. ഭീകരതയ്ക്ക് ആ വാക്കിലുണ്ട്? ഇല്ലല്ലോ. എങ്ങനെയാണ് ആ ചിത്രം വരുന്നത്? ആ ചിത്രം വരുന്നത് കുറേ നാളുകളായിട്ട് ഈ നരേറ്റീവ്
ആ ചിത്രവും മാധ്യമങ്ങളിലൂടെ ഈ നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് ആ ചിത്രം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതെല്ലാം തന്നെ ഭീകരത എന്ന വാക്ക് സമം മുസ്ലിം എന്ന രീതിയിലേക്ക് ആക്കി തീർക്കുന്നതിൽ പ്രധാനമായ പങ്ക് വഹിച്ചിട്ടുള്ള മാധ്യമങ്ങളാണ്, ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നേരത്തെ ഇവിടെ അബ്ദുൽ നാസർ മഹദിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അക്കാലത്ത് എൻ്റെ ജോലിയുടെ ട്രെയിനിങ്ങുമായിട്ട് കഴിയുന്നൊരു കാലഘട്ടത്തിലാണ് അബ്ദുൽ നാസർ മഹദിനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് അൻവാറശ്ശേരിയിൽ റെയ്ഡ് നടത്തുന്ന വാർത്ത. അന്ന് മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്ത ഞാൻ ഓർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നിരോധ് കണ്ടെത്തി എന്നുള്ളതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അത് വലിയ മാതൃഭൂമി പത്രത്തിൽ വലിയ ഫ്രണ്ട് പേജിൽ വന്നൊരു വാർത്തയാണ്. നിരോധ് കണ്ടുപിടുത്തി എന്നുള്ളതാണ് പറയുന്നത്. ഇതേമാതിരി മുഖ്യധാരാ മാധ്യമങ്ങൾ നേരത്തെ അസ്ലം ചൂണ്ടിക്കാണിച്ച വേറൊരു കാര്യം, ഒരു അനുഭവം എന്ന് പറയുന്നത് അബ്ദുൽ നാസർ മഹദിനെ അക്യൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് ഒരു തെളിവില്ലാത്തതുകൊണ്ടാണല്ല വിടുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവിൻ്റെ കണിയുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ കോടതിയിൽ വിടുമില്ല നമുക്കറിയാൻ പറ്റും. ഒരു തെളിവുമില്ല. അങ്ങനെ വിടുന്ന ആളുകളെയും ഇവർ അവതരിപ്പിക്കുന്ന വാദം എന്താ, സോഷ്യൽ മീഡിയയിൽ ആ വിടുമ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രതികരണം, സോഷ്യൽ മീഡിയ മാത്രമല്ല പൊതുസമൂഹത്തിലെ പ്രതികരണം എങ്ങനെയാണ്? തെളിവുകൾ ഉണ്ടായിട്ടും അത് ഹാജരാക്കാത്തത് കൊണ്ട്, ശരിയായ തെളിവുകൾ പ്രോസിക്യൂട്ടർ ഹാജരാക്കാത്തത് കൊണ്ട് മാത്രമാണ് അയാൾ വിട്ടതെന്നുള്ളതാണ്. അങ്ങനെയാണ് പറയുന്നത്. അതാണ് അവർ വിശ്വസിക്കാൻ തയ്യാറല്ല എന്നുള്ളത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം നേരത്തെ ഇപ്പോൾ ഒരു അഡ്വക്കേറ്റുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു സംസാരത്തിൽ സുകുമാരക്കുറുപ്പിനെ കുറിച്ച് ഇപ്പോഴും സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നു എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. ഇത്രയും വർഷം സുകുമാരക്കുറുപ്പിനെ കുറിച്ചുള്ള ആളുകളുടെ നരേറ്റീവ് എങ്ങനെയാണ്, അതേമാതിരിയാണ് മുസ്ലിങ്ങളെ കുറിച്ചുള്ള നരേറ്റീവ്. ഈ നരേറ്റീവ്, ഭീകരതയെക്കുറിച്ചുള്ള നരേറ്റീവ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ജനങ്ങൾ പണ്ട് വി ടി രാജശേഖർ പറഞ്ഞു, ജനങ്ങൾ ഇവരെന്താണ് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് അവർ വിശ്വസിക്കുന്നത്, സത്യമല്ല, യാഥാർത്ഥ്യമല്ല. നമ്മൾ യാഥാർത്ഥ്യമോ സത്യമോ അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ വിശ്വാസമൊന്നും മാറ്റാൻ പറ്റില്ല. അവർ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. ഇതേ മാതിരിയിലേക്ക് ഇസ്ലാമോഫോബിക് നരേറ്റീവുകൾ അവതരിപ്പിച്ച് വിജയിപ്പിക്കുന്നതിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭീകരത സംബന്ധിച്ചുള്ള നരേറ്റീവും ഇമ്മാതിരി മുസ്ലിങ്ങളുമായി മാത്രം ബന്ധപ്പെടുത്തി അവതരിപ്പിക്കാൻ കഴിയുന്നത്. ഞങ്ങൾ വളരെ വിശദമായ രീതിയിൽ ഇതിനെക്കുറിച്ച് കുറേ നാളുകളായിട്ട് പഠിക്കുന്നുണ്ട്. ആ പഠിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെയും ഇത്തരം നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പുറത്തു വരുന്നത്. ജിഷയ്ക്ക് ഉൾപ്പെടെയുള്ള നിസ്വാർത്ഥമായി വർക്ക് ചെയ്യുന്ന കുറേ ആളുകളുടെ ഒരു പരിശ്രമ ഫലമായിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഈ വർക്ക് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ ഭീകരത ആഖ്യാനങ്ങൾ നടത്തുന്നത്, അത് മുസ്ലിങ്ങളുമായി എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് തുടങ്ങിയുള്ള പഠനങ്ങൾ വളരെ ആസൂത്രിതമായി നടത്തേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. വളരെ ഭംഗിയായിട്ട് തന്നെ എങ്ങനെയാണ് ഇതേമാതിരിയുള്ള പഠനം, എങ്ങനെയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ, അത് ഇപ്പോൾ പത്രമാധ്യമങ്ങൾ മാത്രമല്ലല്ലോ, ചാനലുകൾ ഉൾപ്പെടെയുള്ള വിവിധ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ ഭീകരത ആഖ്യാനങ്ങൾ നടത്തുന്നത്, അതിലെങ്ങനെയാണ് ബോധപൂർവം എന്ന രീതിയിൽ ഈ മുസ്ലിങ്ങളെ മാത്രമായി പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യുന്ന എന്ന രീതിയിലേക്കുള്ള ഒരു പഠനം നടത്താനായിട്ടുള്ള ഒരു ശ്രമം ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ആമുഖമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. നന്ദി. നന്ദി സുദേശിൻ്റെക്കും. അടുത്തായി നമ്മളോട് സംസാരിക്കുന്നത് വാഹിദ് ചുള്ളിപ്പാറയാണ്. ഇഫ്ലോ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥിയും സാമൂഹിക പ്രവർത്തകനും സംഘടനാ നേതാവുമൊക്കെയാണ്. അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. സത്യത്തിൽ ഇവിടെ ഇതിൻ്റെ പല തലങ്ങളിലുള്ള കാര്യങ്ങൾ ഇവിടെ പറയപ്പെട്ടു. ഏതാനും ചില കാര്യങ്ങൾ കൂടി ചർച്ചയിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ നേരത്തെ സുദേശേട്ടൻ പറയുകയുണ്ടായി, പിന്നെ ഒരു അക്രമത്തിൻ്റെ, ഒരു ഹിംസയുടെ, വയലൻസിൻ്റെ വ്യാപ്തിയോ അതിൻ്റെ ഒരു സിവിയർ ആയിട്ടുള്ള സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ ആഴം, പരിക്ക്, ഇതൊന്നുമല്ല ഒരു അക്രമം ചർച്ച ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ, അല്ലെങ്കിൽ ഒരു അക്രമം കൂടുതലായി വാർത്തകളിൽ നിറയുന്നു എന്നതിൻ്റെ കാരണം, മറിച്ച് അത് ആര് ആണതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ആരാണ് അക്രമം ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള സംഗതിയാണ്. നമുക്ക് തന്നെ അറിയാം, അങ്ങനെ ഒരു കളമശ്ശേരി നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ആ ഒരു ദിവസം അതൊരു വളരെ കേരള ചരിത്രത്തിലെ ഒരു സോഷ്യൽ മീഡിയയോ ഒക്കെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആ സംഭവം നടക്കുന്നു, സ്ഫോടനം നടക്കുന്നു. അത് വളരെ അതിൻ്റെ മുൾമുനയിൽ നിൽക്കുകയും അപ്പോഴേക്കും സത്യത്തിൽ കേരളത്തിലെ മീഡിയകൾ ഒരു നറേറ്റീവിന് വേണ്ടിയുള്ള മണ്ണ് ഒരുക്കി കഴിഞ്ഞു. ചില വാർത്തകൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ചില ഇമേജുകൾ തൊപ്പിയുടെയും മറ്റും കൊടുത്തു കഴിഞ്ഞു, ചില സൂചനകൾ കൊടുത്തു കഴിഞ്ഞു.
പക്ഷേ നമ്മൾ കാണുന്നു അതിൻ്റെ പ്രതി വരുന്നു, പ്രതി സ്വയം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വരുന്നു. അതോടുകൂടി അതിൽ ഇൻട്രസ്റ്റ് പോയി, പിന്നെ അതിൽ താല്പര്യമില്ല. അതുപോലെ തന്നെയാണ് റിപ്പോർട്ടർ ടി വിയിൽ അരുൺകുമാർ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് ചെയ്ത എന്താണ് വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന ഏറ്റവും ഹീനമായിട്ടുള്ള, ഏറ്റവും നെറികെട്ട മാധ്യമ പ്രവർത്തന ചരിത്രത്തിലെ ഒരു അധ്യായമായിരുന്നു അദ്ദേഹം അന്ന് നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹം പറഞ്ഞത് ഒരു സോഷ്യൽ ബോയ്ക്കോട്ടാണ്. മുസ്ലിങ്ങൾ നിങ്ങളുടെ അടുത്ത് വരും, എഞ്ചിനീയറായിട്ട് വരും, അല്ലെങ്കിൽ ഡോക്ടറായിട്ട് വരും, അല്ലെങ്കിൽ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന ഡൽഹിയിൽ നടന്നിട്ടുള്ള ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്കെതിരെ വളരെ എന്താ പറയുക പ്രത്യക്ഷമായ സാമൂഹ്യ ബഹിഷ്കരണ ആഹ്വാനം നടത്തിയ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മീഡിയകൾ എങ്ങനെയാണ് ഈ ടെററിസം നെറേറ്റീവിനെ ഉൽപ്പാദിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് സത്യത്തിൽ നമുക്ക് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതിൽ ഈ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഏത് തരത്തിലുള്ള വയലൻസുകളാണ് ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വയലൻസ് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട സംഗതി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾനഷ്ടവും ക്രൂരതയും സംഭവിക്കുന്നത് ഈ സോക്കോൾഡ് ഭീകരാക്രമണങ്ങളിലല്ല. ഇന്ന് ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന അക്രമങ്ങളെപ്പോലെയോ അല്ലെങ്കിൽ നമ്മൾ വാർ ഓൺ ടെററിൽ ചർച്ച ചെയ്യുന്ന അമേരിക്കൻ ഇമ്പീരിയലിസം ലോകത്തുണ്ടാക്കിയ നഷ്ടങ്ങളുടെയോ കൊളോണിയൽ ഫോഴ്സുകൾ ലോകത്തുണ്ടാക്കിയ നഷ്ടങ്ങളുടെയോ ഈ ലോകത്തിൻ്റെ വിവിധങ്ങളായ സ്റ്റേറ്റുകൾ നടത്തുന്ന ദൈനംദിനമായി നടത്തുന്ന വയലൻസുകളുടെയും ആൾനഷ്ടത്തിൻ്റെയും മനുഷ്യർക്ക് ഉണ്ടാക്കുന്ന നഷ്ടങ്ങളുടെയോ ഒന്നും നഷ്ടമുണ്ടാക്കുന്നവയല്ല സോക്കോൾഡ് ടെററിസ്റ്റുകൾ എന്ന് പറയുന്നവർ ചെയ്തിട്ടുള്ള അക്രമങ്ങൾ. നിങ്ങൾ അഫ്ഗാനാണ് നമ്മൾ ടെററിസം ഡിസ്കോഴ്സിൽ എപ്പോഴും വാർത്തകളിൽ നിറയുന്നത്. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ചെയ്തിട്ടുള്ള ക്രൂരമായിട്ടുള്ള മില്യൺ കണക്കിന് ഡോളറുകൾ ഇൻവെസ്റ്റ് ചെയ്ത് നശിപ്പിച്ചതിൻ്റെ അത്രയും ആഴമുള്ള ഒരു നഷ്ടം, അത്രയും ആഴമുള്ളൊരു ക്രൂരത ലോകത്ത് സോക്കോൾഡ് ടെററിസ്റ്റുകൾ ചെയ്തിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ ടെററിസ്റ്റുകൾ എന്നതൊരു ഹൊറർ ആയിട്ടുള്ള ഒരു സംഗതി നിരന്തരം ഉൽപ്പാദിപ്പിക്കുന്നു എന്നിടത്താണ് ഇതിൻ്റെ ഒരു റേഷ്യൽ ഇമാജിനേഷൻ വളരെ ശക്തമായി നമ്മൾ കാണേണ്ടത് എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അതോടൊപ്പം തന്നെ സത്യത്തിൽ നമ്മളിവിടെ വാർ ഓൺ ടെററിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വാർ ഓൺ ടെറർ എന്നത് വാർ ഓൺ ടെററിലൂടെയല്ല ഇസ്ലാമോഫോബിയ ഉണ്ടാകുന്നത് നമുക്ക് അറിയാം. ഇസ്ലാമോഫോബിയക്ക് വളരെ എന്താ പറയുക ദീർഘമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. മുസ്ലിങ്ങൾ അപരസ്ഥാനത്ത് നിർത്തപ്പെടുന്ന, മുസ്ലിങ്ങൾ വില്ലനൈസ് ചെയ്യപ്പെടുന്നതിന് വളരെ ദീർഘമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. പക്ഷേ വാർ ഓൺ ടെറർ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് മൊമെൻറ്റ്, അത് ലോക ചരിത്രത്തിൽ ലോക രാഷ്ട്രീയത്തിൽ ചെയ്യുന്ന ഒരു സംഗതി സെക്യൂരിറ്റി എന്നതിനെ പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ പോയിന്റിലേക്ക് കൊണ്ടുവരികയും വെൽഫെയർ സ്റ്റേറ്റുകൾ സെക്യൂരിറ്റി സ്റ്റേറ്റുകളാകുകയും സെക്യൂരിറ്റി എന്നതിൻ്റെ അപ്പുറത്തുള്ളതായി ടെററിസം അല്ലെങ്കിൽ ടെറർ എന്ന ഒരു സംഗതി സ്ഥാപിക്കപ്പെടുകയും ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളുടെയും എന്നല്ല എല്ലാ മനുഷ്യരുടെയും ഒരു ബാധ്യതയായി ടെററിസത്തിനെതിരായ ഒരു വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ലോകത്തെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു മോറൽ ലാംഗ്വേജ് നിർമ്മിക്കുന്നു എന്നതാണ് സത്യത്തിൽ വാർ ഓൺ ടെറർ ചെയ്യുന്ന സംഗതി. ഇതൊരു മോറൽ ലാംഗ്വേജാണ്. അതായത് അതുകൊണ്ടാണ് നമുക്കറിയാം മീഡിയകളുടെ കാര്യം പറയുകയാണെങ്കിൽ ലോകത്ത് തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ എന്നത് സത്യത്തിൽ അമേരിക്കൻ ഇമ്പീരിയലിസത്തിൻ്റെ വളരെ കൂടെ ഉണ്ടായിട്ടുള്ള സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് അമേരിക്ക ഒരു ഇമ്പീരിയൽ ഫോഴ്സായിട്ട് ലോകത്ത് വരുന്നത്. അതിനു മുമ്പുള്ള കൊളോണിയൽ ഫോഴ്സുകൾ അല്ലെ ബ്രിട്ടനെ പോലെയോ ഫ്രാൻസിനെ പോലെയോ അങ്ങനെ അതുവരെ നമ്മൾ ചരിത്രത്തിൽ അമേരിക്കയെ അങ്ങനെ കാണുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അമേരിക്ക ഒരു ശക്തിയായിട്ട് വരുന്നത്. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് നേരിട്ടുള്ള ഒക്യുപ്പേഷൻ എന്നതിനേക്കാൾ അതിൻ്റെ മറ്റ് പ്രോക്സികളിലൂടെയുള്ള ഓപ്പറേഷൻസ്, അങ്ങനെയാണ് അമേരിക്ക ലോകത്ത് വരുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ അമേരിക്ക ലോകത്ത് ഒരു ശക്തിയായി വൻശക്തിയായി ഉയർന്നു വരുന്ന ആ കാലഘട്ടങ്ങളിലെല്ലാം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു വാർ മിലിറ്ററി, അതോടൊപ്പം തന്നെ എന്താ പറയുക ഒരു മീഡിയ എൻ്റർടൈൻമെൻറ്റ്. ഈ എടുത്ത് ഇറങ്ങിയ ഇർഫാൻ അഹമ്മദിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം ഒരു വാക്ക് പ്രയോഗിക്കുന്നത് എന്താണ്, നമ്മൾ സാധാരണ പറയല്ലോ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറയും ഇസ്രായേൽ എന്ന് പറയും. മിലിറ്ററി ഇൻഡസ്ട്രിയൽ മീഡിയ എൻ്റർടൈൻമെൻറ്റ് കോംപ്ലക്സ് ആയിട്ടാണ് ശരിക്ക്
അമേരിക്കൻ ഇമ്പീരിയലിസം ലോകത്ത് ശക്തിപ്പെടുന്നത്. മാസ് കമ്മ്യൂണിക്കേഷൻ്റെ 1960കളിലും 70കളിലും മുസ്ലിം രാഷ്ട്രങ്ങളിൽ നടക്കുന്ന സജീവമായ ചർച്ചയാണ് ഹൗ ക്യാൻ വി ഡീകോളനൈസ് മാസ് മീഡിയ, മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ലോകത്ത് ഇൻഫർമേഷൻ്റെ ഒരു ഫ്ലോ വലിയ രീതിയിൽ അമേരിക്ക അല്ലെങ്കിൽ വെസ്റ്റിൻ്റെ ഒരു ഡോമിനേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വാർത്താ ഏജൻസികൾ, ന്യൂസ് ഏജൻസികൾ എന്നത് ഗ്ലോബൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് യൂറോ ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നീട് അമേരിക്കൻ എന്ന് പറയുന്ന ലാർജ്ലി വെസ്റ്റിൻ്റെ ഒരു ശക്തിയായിരുന്നു. അതാണ് പിന്നീട് അൽ ജസീറ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാധാരണ മാസ് കമ്മ്യൂണിക്കേഷൻ ചർച്ചകളിൽ പറയാറുള്ളത്. അത് ഉണ്ടാക്കുന്ന ന്യൂസ് ഫ്ലോയിനകത്ത് ഉണ്ടാക്കുന്ന ഒരു മാറ്റം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്ന അമേരിക്കൻ ഇമ്പീരിയലിസത്തിന് നേരത്തെ മീഡിയ, അതേപോലെ തന്നെ ന്യൂസ് ഫ്ലോ, അതേപോലെ തന്നെ പോപ്പുലർ കൾച്ചർ, ഇതിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സ്വാധീനമുള്ള ഒരു ഫോഴ്സാണ് ശരിക്കും അമേരിക്കൻ ഇമ്പീരിയലിസം അല്ലേ. നമുക്ക് ഗെയിമുകളെ കുറിച്ച് പറയുകയാണെങ്കിലും ഹോളിവുഡ് സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിലും മാർവൽ സീരീസുകളെ കുറിച്ച് പറയുകയാണെങ്കിലും എല്ലാം മീഡിയ എൻ്റർടൈൻമെൻറ്റ് എന്നതിൽ അമേരിക്കക്ക് നേരത്തെ തന്നെ ഒരു സൂപ്പർ പവറായിട്ട് അത് ഉണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കൻ നാഷണലിസത്തിൻ്റെ ഒരു സ്വഭാവം, തലാലസ് എന്ന് പറയുന്ന ചിന്തകൻ പറഞ്ഞ പോലെ അതിനെപ്പോഴും ഒരു ഒക്യുപ്പേഷൻ എന്നുള്ളത് ഇമ്പീരിയൽ സ്വഭാവമായതുകൊണ്ട് തന്നെ അമേരിക്കയെ മെയ്ക്ക് അമേരിക്ക സൂപ്പർ അഗെയിൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അമേരിക്കയെ മറ്റുള്ളിടത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, അമേരിക്കയെ മറ്റുള്ളിടത്ത് അതിൻ്റെ ഒരു സൂപ്പർ പവറായി ഇത് അമേരിക്കൻ ദേശീയതയുടെ ഒരു സ്വഭാവമായി ഉണ്ട്. ഇത് രണ്ടും സെപ്റ്റംബർ 11 കൂടി ചെയ്യുന്നത് ലോകത്തിൻ്റെ മൊത്തം ഒരു മോറൽ ലാംഗ്വേജായി വാർ ഓൺ ടെറർ സ്ഥാപിക്കുക എന്നുള്ളതാണ്, സെക്യൂരിറ്റി പ്രധാനമായിട്ടുള്ള. അതുകൊണ്ടാണ് നമ്മൾ ആലോചിച്ചാൽ അറിയാം, ഈ ഞാൻ അടുത്ത സെഷൻ ഇർഫാൻ അഹമ്മദിന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വളരെ ഈ ടെററിസത്തെക്കുറിച്ച് ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് വിശദമായി ചർച്ചയ്ക്ക് വരുന്ന ഒന്നായിരിക്കും. പക്ഷേ ഞാൻ അതിലെ ഇൻട്രസ്റ്റിംഗ് ആയൊരു പോയിന്റ് ഞാൻ കോട്ട് ചെയ്യണം. അദ്ദേഹം പറയുന്നത് ടെററിസത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പഠനങ്ങളിൽ, പ്രത്യേകിച്ച് ആന്ത്രപ്പോളജിക്കൽ പഠനങ്ങൾ, എത്നോഗ്രഫി ആയിട്ടുള്ളതിൽ ഈ എത്നോഗ്രഫേഴ്സിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഒന്ന്, അദ്ദേഹം ആന്ത്രപ്പോളജിയെ ഡീകോളനൈസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പറയുന്നത് അതറിനെ കുറിച്ച് മാത്രമല്ല സെൽഫിനെ കുറിച്ചുള്ള, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട. രണ്ടാമത്തെ ഒരു സംഗതി അദ്ദേഹം പറയുന്നത് പോളിസി സ്റ്റഡീസിലെ, അമേരിക്കൻ പോളിസി സ്റ്റഡീസിലെ കാറ്റഗറികളാണ് ഈ ആന്ത്രപ്പോളജിസ്റ്റുകൾ ഇവരെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ ജേർണലിസം എന്നതിനെ നമ്മളൊരു എത്നോഗ്രഫിയുടെ മറ്റൊരു വേർഷനായിട്ട് കാണുകയാണെങ്കിൽ ഈ ജേർണലിസ്റ്റുകൾ പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാഷ്ട്രങ്ങളിൽ ചെയ്തിട്ടുള്ളത് അവർ സ്റ്റേറ്റിൻ്റെ കാറ്റഗറികളെ, പോലീസിൻ്റെ കാറ്റഗറികളെ അതിനനുസരിച്ച രീതിയിൽ മുസ്ലിങ്ങളെയും പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ഫ്രെയിം ചെയ്ത് അവതരിപ്പിക്കുക എന്നതാണ് ടെററിസം വാർത്തകളിലെ ജേർണലിസം പ്രാക്ടീസ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് എന്നല്ല ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ഇത്തരം റിപ്പോർട്ടുകളും, ന്യൂസ് റിപ്പോർട്ടുകളുടെ പ്രൈമറി സോഴ്സ് പോലീസായിരിക്കും. പ്രൈമറി സോഴ്സ് എന്നല്ല, എല്ലാ സോഴ്സും പോലീസായിരിക്കും. പോലീസ് പറയുന്നത് അതുപോലെ എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് മക്തൂബിനെ പോലെയും അല്ലെങ്കിൽ ഇവിടെ സംസാരിച്ച മറ്റ് ജേർണലിസ്റ്റുകളുടെയും അവർ അതിൽ ചെയ്യുന്ന മാറ്റം, അവർ ഈ ആളുകൾക്ക്, ഈ കുറ്റാരോപിതർക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നതിനെ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് സത്യത്തിൽ ഒരു വാർത്തയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതും പുതിയ ഒരു എന്താ പറയുക വ്യവഹാരം രൂപപ്പെടുന്നതും എന്ന് കാണാൻ കഴിയുന്നതാണ്. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, ഇതിലെല്ലാം സംഭവിക്കുന്നത് എന്താണ് വാർ ഓൺ ടെറർ ആത്യന്തികമായി മുസ്ലിങ്ങളോട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങളെ ചിന്തിക്കാൻ കഴിയാത്ത, സ്വന്തമായി സംസാരിക്കാൻ കഴിയാത്ത അഭ്യൂഹങ്ങളുടെ ഒരു ആരോപണ സ്ഥലമാക്കി മാത്രം നിർത്തുക എന്നതാണ് വാർ ഓൺ ടെറർ ചെയ്യുന്നത്. അവർക്ക് അവരുടെ വേർഷൻസ് പറയാനുള്ള ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒന്നായി അവരെ കാണാതിരിക്കുകയും പൊളിറ്റിക്കൽ സബ്ജക്റ്റായി കാണാതിരിക്കുകയും അതോടൊപ്പം അവരെക്കുറിച്ച് അപസർപ്പക കഥകൾ ധാരാളമായി പറയുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ഈ വാർ ഓൺ ടെററിനെ കുറിച്ച് ഈ വാക്ക് തന്നെ വളരെ രസമാണല്ലോ. എന്തുകൊണ്ട് വാർ, ടെറർ, രണ്ടും ശരിക്കും യുദ്ധമാണ്, രണ്ടും ആളെ കൊല്ലുക എന്നുള്ളതാണ് പരിപാടി, വാറും ടെററും. പക്ഷെ ഒന്ന് വാർ, ഒന്ന് ടെറർ. അമേരിക്ക ചെയ്യുമ്പോൾ വാർ ഒന്ന് ലെജിറ്റിമേറ്റ് ആണ്, മറ്റൊന്ന് ഇല്ലെജിറ്റിമേറ്റ് ആണ് എന്നുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് നിരന്തരമായി ഉൽപ്പാദിപ്പിക്കുക. ഇപ്പോൾ ഈ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്നുള്ള മംദാനിയുടെ വർക്കിൽ അദ്ദേഹം പറയുന്നത് സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഈ മുസ്ലിങ്ങളെ എന്ത് ചെയ്യുന്നില്ല, അവരെ എല്ലാ ഇതിൻ്റെ വാർത്തകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പുസ്തകം വായിച്ചിട്ട് ബോംബ് പൊട്ടിക്കുക, പുസ്തകം വായിച്ചിട്ട് ആരും ബോംബ് പൊട്ടിക്കോ അല്ലേ? പുസ്തകം വായിച്ചിട്ടൊന്നും ആരും ബോംബ് പൊട്ടിക്കൂല. അങ്ങനെ മുസ്ലിങ്ങൾ പുസ്തകം
വായിക്കൽ തന്നെ ഉണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയം, പിന്നെ വായിച്ചതൊക്കെ ചെയ്യുമോ എന്നുള്ളത് വേറൊരു വിഷയം. പക്ഷെ പുസ്തകം വായിച്ചിട്ട് ബോംബ് പൊട്ടിക്കുക എന്നുള്ളത് എങ്ങനെ ആ പ്രചാരണത്തിന് റിസപ്ഷൻ കിട്ടുന്നു എന്നുള്ളത് മുസ്ലിങ്ങൾ വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള, തിയോളജിക്കൽ ആയിട്ടുള്ള, വിച്ച് മീൻസ് റാഷണൽ അല്ലാത്ത, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള, നോർമൽ അല്ലാത്ത ഒരു അബ്നോർമൽ ആയിട്ടുള്ള, ഒരു മൈനർ ആയിട്ടുള്ള ഒരു ആളുകളായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംഗതി. അതിലൂടെയാണ് ഈ ഹൊറർ നിർമ്മിക്കുന്നത് അല്ലേ. നമ്മൾ ഈ അടുത്തിറങ്ങിയ ബോളിവുഡ് സിനിമകളും ഈ അടുത്തല്ല ഒരുപാട് കാലമായിട്ട് ഇറങ്ങിയത്, ഇവർ റാഷണൽ അല്ല, ഇവർ സ്വന്തമായി സംസാരിക്കാൻ കഴിയുന്നവരല്ല, അല്ലെങ്കിൽ ഇവരെപ്പോഴും മാറാത്ത ഒരു മതത്തിൻ്റെ ആളുകളാണ്. ഇതൊന്നും പുതിയ നറേറ്റീവ് അല്ല. ഇതിനെ സെക്യൂരിറ്റി എന്ന നാഷൻ സ്റ്റേറ്റിൻ്റെ കൺസേണിനോട്, നാഷൻ്റെ കൺസേണിനോട് ചേർത്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് വാർ ഓൺ ടെറർ ചെയ്യുന്ന സവിശേഷമായിട്ടുള്ള കാര്യം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് ഏത് തരത്തിലുള്ള മുസ്ലിങ്ങളെയാണ്, ഇവിടെ നേരത്തെ എല്ലാവരും പറഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇതിൽ വന്നത് എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ചോ, കേരളത്തിൽ മാധ്യമങ്ങളിൽ ആരാണ് മുസ്ലിങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് വന്നത്? ഇങ്ങനെയുള്ള ഒരു വ്യാകരണത്തിനകത്ത് നിരന്തരം കണ്ടം ചെയ്യാൻ തയ്യാറാകുന്ന ശരീരങ്ങൾക്ക് മാത്രമാണ് മാതൃഭൂമിയിലും മനോരമയിലും ദൃശ്യമാധ്യമങ്ങളിലും പലപ്പോഴും ഇടം കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു, ഏറ്റവും ഞാൻ ആളുകളുടെ പേര് പറയുന്നില്ല, പക്ഷേ ഒരു വസ്തുവിന് വിവരമില്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ മുസ്ലിങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഇടം കിട്ടിയത്? അത് ഇത്രയും റിച്ച് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ എൻഗേജ്മെൻറ്റ് നടത്തുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിങ്ങൾ എന്നിരിക്കെ എന്ന് ആലോചിച്ചാൽ നിരന്തരം കണ്ടം ചെയ്യാനും നിരന്തരം ഈ വ്യാകരണത്തിനകത്ത്, ഈ പറയുന്ന ഒരു മോറൽ ലാംഗ്വേജിനകത്ത് അതിനെ പരിക്കേൽപ്പിക്കാതെ നിലകൊള്ളാനും സാധിക്കുക എന്നവർക്ക് മാത്രമാണ് എന്നുള്ളതാണ്. അഗെയിൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മോറൽ ലാംഗ്വേജിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ടി വി ആങ്കർമാരുടെ സ്വഭാവം ശ്രദ്ധിച്ചാൽ മതി. ടി വി ആങ്കർമാരുടെ സ്വഭാവം, ഞാൻ അവരെ പരിഹസിക്കല്ല, നല്ലൊരു പ്രൊഫഷനാണ്, പക്ഷേ അപ്പുറത്തിരിക്കുന്ന ആൾക്കൊരു വിവരവുമില്ല എന്നുള്ള രീതിയിലായിരിക്കും പലപ്പോഴും പെരുമാറുക. അത് പ്രത്യേകിച്ച് ഒരു മുസ്ലിമാണ് വന്നിരിക്കുന്നതെങ്കിൽ അല്ലേ, അത് ഇരട്ടിക്കും. എന്ന് മാത്രമല്ല, അതൊരു തീവ്രവാദവുമായി ബന്ധപ്പെട്ട ചർച്ചയാണെങ്കിൽ അവർ എപ്പോഴും ചോദിക്കുക, ഇത് ലോകത്തെല്ലായിടത്തും ഇങ്ങനെയാണ്, മലയാളത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും, നിങ്ങൾ തീവ്രവാദിയാണോ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിൻ്റെ രണ്ട് പൊസിഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾ ഇതിനെ അനുകൂലിക്കുക അല്ലെങ്കിൽ എതിർക്കുക. നിങ്ങൾക്കൊരു തേർഡ് പൊസിഷൻ എടുത്തുകൊണ്ട് ഈ ചർച്ചയുടെ ലോജിക്കിനെ തന്നെ പ്രോബ്ലമറ്റൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാതിരിക്കുകയും ഇവരെ നിരന്തരം കണ്ടം ചെയ്യുന്നൊരു പൊസിഷൻ എടുക്കുകയും ചെയ്യുക. ഇനി അതിൽ നിന്നുകൊണ്ട് മറ്റൊരു പൊസിഷനിലേക്ക് എടുത്തുകൊണ്ട് മുസ്ലിങ്ങൾ മാധ്യമ പ്രവർത്തനത്തിലോ മറ്റോ വന്നാൽ എന്ത് ചെയ്യും? അതും അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കി, മീഡിയ വൺ എന്നുള്ള സ്ഥാപനം ശരിക്കും പറഞ്ഞാൽ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം ഒരുപാടായിട്ടുണ്ടാവും. രണ്ട് തരത്തിലുള്ള സംഗതിക്കാണ് ഒരു മീഡിയ ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിറ്റർമിൻ ചെയ്യാൻ കഴിയുക. ഒന്ന് ക്യാപിറ്റലാണ്, സ്റ്റേറ്റാണ്. ഇത് രണ്ടും ഒരർത്ഥത്തിൽ ഡെമോക്രറ്റൈസ് ചെയ്യാൻ ഒരു പരിധി വരെയെങ്കിലും സാധിച്ച സ്ഥാപനമാണ് മീഡിയ വൺ അല്ലേ. അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പബ്ലിക് ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ഭയങ്കരമായി ഡിസ്ട്രിബ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഒരു വട്ടം നിരോധിച്ചു, കോടതിയിൽ പോയിക്കൊണ്ട് വന്നു എന്നുള്ള വളരെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഒരു ഇൻഡിപെൻഡൻറ്റ് മീഡിയ ആയിട്ട് ആദ്യം പറയേണ്ട പേര് മീഡിയ വൺ. ഞാൻ ഏതോ അളവിൽ അതിൻ്റെ ഭാഗമായതുകൊണ്ട് പറയില്ല, ഇങ്ങനെ ആലോചിച്ചാൽ മറ്റേത് സ്ഥാപനമുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും എന്തുകൊണ്ടാണ് ഈ സ്ഥാപനം അതിൻ്റെ ഉടമസ്ഥയുടെ മാത്രമല്ല, അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ പെട്രോ ഡോളറായിട്ടും അത് വേറെ ഫണ്ടിങ് ആയിട്ടും, അതായത് ഇവരുടെ മാധ്യമ പ്രവർത്തനത്തെ അല്ലെങ്കിൽ മക്തൂബ് പറയുകയാണെങ്കിൽ മറ്റുള്ള ജേർണലിസ്റ്റുകളെ പറയുകയാണെങ്കിൽ അവരുടെ ഉടമസ്ഥത, അവരുടെ ഫണ്ടിങ്, ഇത് നിരന്തരം ചർച്ച ചെയ്യുകയും മറ്റുള്ളവരുടെ ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് എഗെയിൻ ഈ പറയപ്പെടുന്ന ഒരു റേഷ്യൽ ഇമാജിനേഷൻ അകത്താണ് മീഡിയ എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു സംഗതി കൂടി ആണ്. അത് സത്യത്തിൽ നമ്മൾ സാധാരണ പറയാണ്ട് സിവിൽ സൊസൈറ്റി വോയിസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് മീഡിയ. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. പലപ്പോഴും സ്റ്റേറ്റിൻ്റെ, നേരത്തെ ഒരു സെഷനിൽ യഹ്യ കമ്മുക്കുട്ടി പറയുകയുണ്ടായി, നമ്മൾ പറയും എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, അതുപോലെ ജുഡീഷ്യറി, 3 പില്ലറുകളാണ്. യഹ്യ കമ്മുക്കുട്ടി പറയുന്നുണ്ട് 3 പില്ലറൊന്നുമല്ല, ഇതൊരൊറ്റ പില്ലറേ ഉള്ളൂ, അത് ഒരു ഹിന്ദു സ്റ്റേറ്റിൻ്റെ ലോജിക്കാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ്.
നമ്മൾ ശരിക്കും ഫോർത്തായിട്ട് പറയുന്ന സംഭവമാണ് മീഡിയ. പക്ഷെ മീഡിയ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുത്വ ലോജിക്കിനെ, ചരിത്രപരമായി തന്നെ അങ്ങനെയാണ്, ടെലിവിഷൻ നമുക്കറിയാം, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സത്യം പറഞ്ഞാൽ മീഡിയ. വാർ ഓൺ ടെററിന് വേണ്ട ഹൊററിനെ, വേണ്ട ഭീതിയെ, വേണ്ട അപസർപ്പക കഥകളെ, വേണ്ട പോളിസികളെ, പ്രതികളെ നിർമ്മിച്ചു കൊടുത്ത സ്ഥാപനം എന്ന നിലയിൽ സത്യത്തിൽ മീഡിയക്കകത്ത് ഇവിടെയുള്ള ജേർണലിസ്റ്റുകൾ ചെയ്യുന്ന മെത്തഡോളജിക്കലായിട്ടുള്ള പിന്നെ വാർത്തയുടെ പുനർവിന്യാസത്തെ ആഘോഷിക്കുകയും വിപുലപ്പെടുത്തുകയും അതിനെ സജീവമാക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഈ പോരാട്ടത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നന്ദി വാഹിദ്. നമ്മുടെ സമയം കുറച്ച് ദീർഘമായി പോയതുകൊണ്ട് ഈ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇവിടെ സംസാരിച്ച എല്ലാ ഗസ്റ്റുകൾക്കും പങ്കെടുത്ത എല്ലാ ആളുകൾക്കും സോൾഡാറ്റിയുടെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.